ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്താ പഠിച്ചു? ഉച്ചയ്ക്ക് പഠിച്ചത്? ഉച്ചയ്ക്ക് എന്താ പഠിച്ചത്? ഉച്ചയ്ക്ക് രാവിലെ രാവിലെയാണ് ഉച്ച പഠിച്ചത്. ഇന്ന് രാവിലെയാണോ ഉച്ചയ്ക്കാണോ ക്ലാസ് ഉണ്ടായിരുന്നത്? ഉച്ചയ്ക്കാണോ? ഉച്ചയ്ക്കാണോ? രാവിലെ അല്ലേ? നിങ്ങൾക്ക് രാവിലെ, നിങ്ങൾക്ക് രാവിലെ അല്ലേ? ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടോ? ഉച്ചയ്ക്ക് വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് രാവിലെ അല്ലേ? രാവിലെ 11 തൊട്ട് 1 അല്ലേ? നിങ്ങൾക്ക് രാവിലെ, അതായത് നിങ്ങളുടെ ബാച്ചുകൾക്ക് രാവിലെ ഉണ്ടായിരുന്നു അല്ലേ? ശരി. രാവിലെ അവസാനം ഏത് പഠിച്ചു? രാവിലെ അവസാനം ഏതുവരെ പഠിച്ചു നമ്മൾ? ഇത് പീഡിയാട്രിക് നഴ്സിംഗിനകത്ത് രാവിലെ അവസാനം ഏതുവരെ പഠിച്ചു? കുടിവരി. രാവിലെ അവസാനം ഏതുവരെ പഠിച്ചു? തിയറീസ് ആണോ? തിയറീസ് ആണോ? ഇത് ഡെവലപ്മെന്റൽ തിയറീസ് പഠിച്ചത്? അല്ലേ, ഡെവലപ്മെന്റൽ തിയറീസ് പഠിച്ചത് എല്ലാം പഠിച്ചു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? നമ്മൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തിയറീസും രാവിലെ പഠിച്ചില്ലേ? അവിടെ നിന്ന് ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്. അവിടെ നിന്ന് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. ചോദിക്കും. നിങ്ങളുള്ള ഇത് ഇപ്പൊ ഗ്രൂപ്പിനകത്ത് റെക്കോർഡിങ്സ് കിട്ടിയോ? നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും റെക്കോർഡിങ്സ് സെല്ല് തൊട്ട് ഫൗണ്ടേഷൻ ക്ലാസ് കിട്ടിയായിരുന്നു. കിട്ടിയോ? അത് ഫ്രീ ടൈം പഠിക്കുക. ഫ്രീ ടൈം ആകുമ്പോഴേ പഠിക്കാതല്ല. പഠിക്കോ? പഠിക്കോ? ഞാൻ ഈ രാത്രിയിൽ പോലും കഷ്ടപ്പെട്ട് ആർക്കൊണ്ടിയാ. ഞാൻ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റാ. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റതാ. 3 മണിക്ക്. ആർക്കും നിങ്ങൾക്ക് വേണ്ടിയല്ലേ? നിങ്ങൾക്ക് വേണ്ടിയല്ലേ? അപ്പൊ ആത്മാർത്ഥ പഠിക്കുമല്ലോ. പഠിക്കും. പഠിക്കോടെ? പഠിക്കണമെന്നുണ്ടാ. ഇത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. എപ്പോഴെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷൻ പോയ സമയത്ത് അവിടെ കൊണ്ടുപോകാൻ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയോ എന്തെങ്കിലും വാങ്ങിക്കാൻ ഇല്ലാത്ത സമയത്ത് ഒരു മാസം 25-30 ആകുമ്പോൾ മാസത്തിൽ 25ാമത്തെ ദിവസവും 30 ദിവസവും അപ്പൊ എന്തെങ്കിലും കയ്യില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടോ? കയ്യിൽ 1 രൂപ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. 25-30 മാസം 25-30 ആകുമ്പോൾ കയ്യിൽ പൈസ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ ആർക്കും കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ? ഫിമേഴ്സ് അറിയാലോ. ഉണ്ടോടെ അനുഭവം ഉണ്ടോ? ഇറങ്ങിയത് 1 രൂപ ഇല്ല. ഉണ്ടോ പറഞ്ഞു? ഇല്ല. ഇപ്പൊ ഇതുണ്ടോ? ഇല്ല. അനുഭവം ഉണ്ടല്ലോ, അറിയാലോ. പക്ഷെ പാസ്സായി കഴിഞ്ഞാൽ അതുണ്ടായിരിക്കും. എക്സാം പാസ്സായാൽ അതുണ്ടാവുക അനുഭവം? ഇല്ല. എക്സാം പാസ്സായാൽ മാസം കൃത്യമായി പൈസ വരും അല്ലേ? മാസം കൃത്യമായിട്ട് ഒരു എമൗണ്ട് കൃത്യമായിട്ട് അക്കൗണ്ടിൽ വരും. ഓർമ്മിക്കുക, അത് ആലോചിക്കോട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ എന്താ പഠിക്കാൻ? പീഡിയാട്രിക് അല്ലേ? പീഡിയാട്രിക് നഴ്സിംഗ് അല്ലേ? ഇന്ന് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് കുറെ ടേംസ് ആണ്. ഇത് ന്യൂ ബോൺസിന് വേണ്ടിയുള്ള കുറെ ടേംസ് ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്താണ് ടേം ബേബി എന്ന് പറയുന്നത്? എന്താ ആദ്യം പഠിക്കാൻ പോകുന്ന കാര്യം? എന്താണ് ടേം ബേബി എന്ന് പറയുന്നത്? നമ്മൾ എത്ര മാസം മുതൽ പറയും? എത്ര വീക്സ് തൊട്ട് എത്ര വീക്സ് പറയും? ടേം ബേബി എന്ന് പറയുമ്പോൾ മാസം പറയും, വീക്ക് പറയും. ആലോചിച്ച് നോക്കി. ടേം ബേബി എന്ന് പറയുമ്പോൾ വീക്സിൽ പറയും, മാസം പറയും. എക്സാമിൽ ചോദിക്കും. ഇവിടുത്തെ എക്സാമിന് എപ്പോഴും ചോദ്യം പോലെ ഭാഗമാണ്. വീക്സ് അല്ലേ? എത്ര വീക്സ്? ഒരു ടേം ബേബി എന്ന് പറയുമ്പോൾ എത്ര വീക്സ്? അത് ഞാൻ ക്ലാസ് ആണേ. ഇപ്പൊ ക്ലാസ് വരുമ്പോഴേക്ക്
ആ പറ്റുമല്ലോ, പറ്റട്ടെ, എല്ലാവരും പറ്റും, എല്ലാവരും പറ്റും. ഈ ഫോണിലെ ഈ ഫോൺ എപ്പോഴും ആക്റ്റീവ് അല്ലേ, ശരിയല്ലേ? രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഏർലിയും മോർണിംഗ് എപ്പോഴും ആക്റ്റീവ് അല്ലേ ഈ ഫോൺ? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? പാവം, ഇത് കരയാട്ടോ. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും. സാർ അതെവിടെ? സാർ ഇതെവിടെ? അതെവിടെ? അത് കിട്ടില്ലല്ലോ, കണ്ടില്ലല്ലോ. ഫോൺ കംപ്ലൈന്റ് ആയി സാർ. അനുകൊണ്ടാണെങ്കിലും ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലും സാർ എല്ലാം പോയി സാർ, എല്ലാം പോയി, ഞാൻ എന്ത് ചെയ്യും സാർ? എല്ലാം പോയി, ഞാൻ എന്ത് ചെയ്യും? ആര് നോക്കിയോ? ഇതുവരെ സെല്ല് തൊട്ട് ഇതൊരു ക്ലാസ് എല്ലാം കൊണ്ട് നോക്കിയാണെങ്കിലും, സെല്ല് തൊട്ട് ഇതുവരെ ക്ലാസ് എല്ലാം കൊണ്ട് കുടിയിടും നോക്കിയോ? ആരെങ്കിലും നോക്കിയോ? തന്റെ ഫോണിനകത്ത് നോക്കിയല്ലോ, കൺഫേം ചെയ്യട്ടോ. ആൾമോസ്റ്റ് നോക്കണം കേട്ടോ, ആൾമോസ്റ്റ് നോക്കണം. അവസാന നിമിഷം പറയരുത്. യെസ്. സോ ദ ടേം ബേബി എന്ന് പറഞ്ഞെന്താ? നമ്മൾ ഇത് ന്യൂ ബോൺ ഉപയോഗിക്കുന്ന കുറെ വാക്ക് ആദ്യം പഠിക്കുകയാണ് പീഡിയാട്രിക്കിനകത്ത്. ദ ടേം ബേബി എന്ന് പറഞ്ഞെന്താ? എത്ര വീക്ക്? ചോദ്യം വരും. ബിറ്റ്വീൻ 37 തൊട്ട് 42 വീക്ക് വരെ. 37 കൃത്യമായി പഠിക്കുക. 37 വീക്ക് തൊട്ട് 42 വീക്ക് വരെ എന്ത് വിളിക്കാം? 37. ദ ടേം ബേബി എന്ന് പറയുമ്പോൾ 37 വീക്ക് തൊട്ട് 42 വീക്ക് വരെയാണ്. അല്ലടേ, ശരിയല്ലേ? ഇത് തെറ്റിക്കരുത്. എക്സാമിൽ ചോദിക്കാറുണ്ട്. ദ ടേം എന്ന് പറയുമ്പോൾ എപ്പോഴും 37 42 വീക്ക്. മറക്കരുത്, എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. 37 42 വരെയാണെങ്കിൽ ദ ടേം എന്ന് വിളിക്കാം. ഇനി ആരെയാണ് ദ പ്രീ ടൈം വിളിക്കുന്നത്? അറിയാം? ദ പ്രീ ടൈം അല്ലെങ്കിൽ ദ പ്രിമച്യൂരിറ്റി വിളിക്കുന്ന അറിയാം? ദ പ്രീ ടൈം അല്ലെങ്കിൽ ദ പ്രിമച്യൂരിറ്റി എന്ന് വിളിക്കുന്ന അറിയാം? ഒരു ന്യൂനെറ്റ് ബോൺ ബിറ്റ്വീൻ എത്ര 37 വീക്കിന് ശേഷമാണോ അതോ മുൻപേ ആണോ? ഇത് ബിഫോർ ആണോ ആഫ്റ്റർ ആണോ? 37 വീക്കിന് മുന്നേ ആണോ ശേഷമാണോ? മലയാളത്തിൽ മുന്നേ ഓർ ശേഷം? മുന്നേ. പറഞ്ഞു ബോർഡ് മീറ്റ് എപ്പോഴാ? 37 ആഴ്ചക്ക് മുൻപേ ജനിച്ച കുട്ടികളെ പറഞ്ഞ പേരെന്താ? 37 ആഴ്ചക്ക് മുൻപേ ജനിച്ച കുട്ടികളെ പറഞ്ഞ പേരെന്താ? 37 ആഴ്ചക്ക് മുൻപേ പറയുന്ന കുട്ടികളെ വിളിക്കുന്ന പേരെന്താ? പ്രീ ടൈം. ആരെങ്കിലും എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ് ഉണ്ട് ഇത് നോട്ട് ചെയ്തോ? ഞാൻ ഒരിക്കലും എന്താണ് സ്റ്റഡി മെറ്റീരിയൽസ് ചെറുതാക്കില്ല അല്ലേ? സ്റ്റഡി നോട്ട്സ് ചെറുതാക്കില്ല, പക്ഷെ സമയം കിട്ടാറുണ്ട് അല്ലേ? സ്റ്റഡി നോട്ട്സ് ചെറുതാക്കാതെ, നിങ്ങൾ പഠിക്കാനുള്ള കാര്യം ചെറുതാക്കാതെ സമയം കൂട്ടാറുണ്ടല്ലോ അല്ലേ? ശരിയല്ലേ? പഠിക്കാനുള്ള കാര്യം ചെറുതാക്കാതെ സമയം കൂട്ടി. ഒരു പക്ഷെ ഞാൻ പഠിക്കാനുള്ള സാധനം ചെറുതാക്കിയിട്ട് സമയം കുറച്ചാൽ നഷ്ടം നിങ്ങൾക്കല്ലേ? ഞാൻ പഠിക്കാനുള്ള സാധനം കുറച്ചിട്ട് സമയം കുറച്ചാൽ നഷ്ടം നിങ്ങൾക്കല്ലേ? അല്ലേ? ആ കൊടുത്ത പൈസ പോയി. പൈസയല്ല പ്രധാനം, ഫീസ് അല്ല പ്രധാനം. എന്താ പോയത്? ജീവിതം, ലൈഫ് അല്ലേ? ഒരു ലൈഫ്, സർക്കാർ ലൈഫ് അല്ലേ? പൈസ പോയ പോട്ടെ അല്ലേ? എത്രയോ പൈസ പോയി, ഇത്രയും സമയം എത്രയോ പൈസ പോയി, അത് പോട്ടെ. പൈസയല്ല പ്രധാനം, ലൈഫ് അല്ലേ? ഈ പറഞ്ഞ എന്റെ കൺസെപ്റ്റ് അനുസരിച്ച് പൈസയല്ല, പോകുന്ന ലൈഫ് അല്ലേ? ഞാൻ എന്റെ ലൈഫ് ഞാൻ തരും, പഠിക്കും. എന്റെ ജീവിതം ഞാൻ തരും, പഠിക്കും. ഇനി അങ്ങോട്ട് എന്റെ ലൈഫ് ഫുള്ള് തരും, പഠിക്കും. എന്റെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് 2 മാസത്തിൽ പഠിക്കും. എന്റെ ലൈഫ് ഫുള്ളായിട്ട് തരും, പഠിക്കും. ഇത് പറഞ്ഞാണ് ഇത് കഴിഞ്ഞ എക്സാമിന് ഒരു എക്സാം പറയുകയാണെങ്കിൽ കഴിഞ്ഞ എക്സാമിന് ഇത് അവസാന വാക്കായിട്ട് പറഞ്ഞു. ലാസ്റ്റ് 2 മാസം എപ്പോഴെന്ന് അറിയാമോ? ലാസ്റ്റ് 2 മാസം എപ്പോൾ ഞാൻ പറഞ്ഞത് അറിയാമോ?
ഇതേ വാക്ക് ലാസ്റ്റ് 2 മാസം ഞാൻ പറഞ്ഞത് ലൈഫ് മുന്നേ പഠിക്കുക പ്രശ്നം. ഞാൻ ഫുഡ് കഴിക്കാതെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി എല്ലാം ക്ലാസ് ആയിരുന്നു. ഞാൻ ഫുഡ് കഴിക്കാതെ വെയിറ്റ് കുറഞ്ഞ് എന്തായെന്ന് അറിയാമോ? ബൈലാറ്ററൽ പാരലൈസ് ആയി. ബൈലാറ്ററൽ പാരലൈസ് അപ്പോൾ 2 വർഷം മുമ്പേ DMA എക്സാമിന് അതേ എന്തായിരുന്നു ബൈലാറ്ററൽ പാരലൈസ് എന്ന് പറയും. അപ്പോൾ ശേഷം വീണ്ടും 1 വർഷം എന്താണ് ഗിബ്സ് വർഷം അറിയാം. എന്നിട്ട് ഗിബ്സിനകത്ത് എന്താണ് 1 വർഷത്തോളം ഇത് ഫിസിയോതെറാപ്പിയും ട്രീറ്റ്മെന്റോട് കഴിഞ്ഞ ശേഷമാണ് എന്താണ് തിരിച്ചെത്തിയത്. സമയത്തിന് ആഹാരം കഴിക്കുക, സമയത്തിന് എന്താ പഠിക്കുക, സമയത്ത് ജോലി ചെയ്യുക. ഞാൻ എന്റെ ലൈഫ് തരുമെന്ന് പറഞ്ഞ് തരും, വാക്കാണത്. ലൈഫ് തരികയാണ്. പഠിക്കുമല്ലോ എല്ലാവരും, പഠിക്കുമല്ലോ. അല്ലാതെ വേറെ ആരും പറയുമ്പോൾ വെറുതെ ഒരു വാക്ക് പറയല്ല. വേറെ ആരും പറയും പോലെ വെറുതെ ഒരു വാക്ക് പറയല്ലേ. ഞാൻ പറയില്ല അങ്ങനെ. ഞാൻ എന്റെ ജീവൻ തരാം. പഠിക്കുമോ? 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 പഠിക്കും. പഠിക്കുമോ എല്ലാവരും? പഠിക്കുമോ? 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 പറഞ്ഞു പഠിക്കോ? പഠിക്കും 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 പഠിക്കും. എനിക്ക് ഏറ്റവും പ്രധാനം എന്തെന്നറിയാമോ? എന്റെ അടുത്ത് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അത് പാസ്സാകണമെന്നാണ്. എന്റെ അടുത്ത് ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ പാസ്സാകണം. കാരണം അവർക്ക് പ്രശ്നമല്ലേ. നിങ്ങൾ ഓരോരുത്തർക്കും പല പ്രശ്നമല്ലേ? സത്യമല്ലേ? ഒന്നും പറയണ്ട, ഒരു റീസൺ പറയണ്ട, സത്യമല്ലേ? നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നമല്ലേ? ഇത് വിജയിച്ചേ പറ്റുള്ളൂ ഒരു പ്രശ്നമല്ലേ? ഇത് പാസ്സായേ പറ്റുള്ളൂ പ്രശ്നമല്ലേ? ഒരു പ്രശ്നം ഉണ്ടാവല്ലോ, ഒരു പ്രോബ്ലം ലൈഫ് ഉണ്ടല്ലോ, ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, ഉണ്ട്. ഉണ്ടോ? അല്ലാതെ വെറുതെ പഠിക്കാൻ വരില്ലല്ലോ. വെറുതെ പഠിക്കാൻ ആരും വരില്ലല്ലോ, വരില്ല. പ്രശ്നമുണ്ട്. പാസ്സായി മാത്രമേ ആ ഒരു പ്രശ്നം മാറുള്ളൂ. എന്തിന്റെയും ബേസിക് എന്താ? എന്തിന്റെയും ബേസിക് എന്താ? മണി. അതല്ലേ? എന്തിന്റെയും ബേസിക് എന്താ? മണി അല്ലേ? പൈസ. പൈസയാണ് പ്രശ്നം. എന്തിന്റെയും ബേസിക് എന്താ? ഞാൻ സത്യം പറയും, മണിയാണ് പ്രശ്നം. ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാനും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനും മണി വേണ്ടേ? വേണ്ടേ? അല്ലാതെ അടുക്കളയിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ? അടുക്കളയിൽ മാത്രം ജീവിതം ഒതുങ്ങിയാൽ മതിയോ? അടുക്കളയിൽ മാത്രം ജീവിതം ഒതുങ്ങിയാൽ മതിയോ? അടുക്കളയിൽ മാത്രം ജീവിതം ഒതുങ്ങിയാൽ മതിയോ? 4 വർഷം പഠിച്ചു, 3 വർഷം പഠിച്ചു, മതിയോ? പാടില്ല. ഞാൻ പഠിപ്പിക്കുമ്പോൾ പല കാര്യം പഠിപ്പിക്കും. ക്ലാസ് മാത്രമല്ല, ജീവിതം കൂടെ പഠിപ്പിക്കുന്നുണ്ട്. സോ അതുപോലെ കേട്ട് പഠിക്കുക. വേണ്ടേ കുഞ്ഞെ? ജോലി വേണ്ടേ? വേണം. അപ്പൊ എന്താ പഠിപ്പിക്കുന്നത്? ആദ്യം പഠിച്ച കാര്യം കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം, ഇത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ? കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം ഇത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ? ശേഷം ഇന്ന് പറയുന്ന ഇത് ന്യൂ ബോണിന് വേണ്ടി യൂസ് ചെയ്യുന്ന ദ ടേംസ് ആണ് പറഞ്ഞിരിക്കുക അല്ലേ? അതിൽ ആദ്യമായിട്ട് ഇത് ദ ടേം ബേബി ആണെങ്കിൽ നമ്മൾ അത് എത്ര വീക്സ് പറയുമോ, എത്ര മന്ത്സ് പറയുമോ? എത്ര വീക്സാ? ഒരു ദ ടേം എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ടേം എത്ര വീക്സാ? 40 ആണോ, 37 ആണോ, 42 ആണോ? ദ ടേം എന്ന് പറയുന്നത് എത്രാമത്തെ വീക്കാ? ദ ടേം എന്ന് പറയുന്നത് എത്രാമത്തെ വീക്കാ? അല്ല, എല്ലാരും ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്തോ? എല്ലാരും ജോയിൻ ചെയ്തു. 38. ദ ടേം എത്ര? 38. 42 അല്ലേ? 42 അല്ലേ? അല്ലേ? ആ. സോ നൗ ദ ടേം കഴിഞ്ഞാൽ അടുത്ത എക്സാമിൽ ചോദിക്കുന്ന കാര്യം എന്താണ്? ദ പ്രീ ടൈം. എന്താ ദ ടേം കഴിഞ്ഞാൽ അടുത്ത എക്സാമിൽ ചോദിക്കുന്ന വാക്കാണ് ദ പ്രീ ടൈം. എന്താ ദ പ്രീ ടൈം എന്നെന്തായിരിക്കും? എത്ര വീക്ക് ആയിരിക്കും? ഒരു ന്യൂ ബോൺ, ദ ബോൺ ബിഫോർ എത്രയാ? ഒരു ന്യൂ ബോൺ, ദ ബോൺ ബിഫോർ 37 വീക്സ്, 37 ആഴ്ചക്ക് മുൻപേ ജനിക്കുന്ന കുട്ടികളെ പറയുന്ന പേരെന്താ? 37 ആഴ്ചക്ക് മുൻപേ ജനിക്കുന്ന, 37 ആഴ്ചകൾക്ക് മുൻപേ ജനിക്കുന്ന കുട്ടികളെ പറയുന്ന പേരെന്താ? ദ ടേം ആണോ പ്രീ ടേം ആണോ? ഏതാ? പ്രീ ടേം. പ്രീ ടേം അല്ലേ? പ്രീ ടൈം. 37 ആഴ്ചകൾക്ക് മുൻപേ ജനിക്കുന്ന
കുട്ടികളെ പറയുന്ന പേരെന്താ? പ്രീ ടൈമിൽ അക്കോർഡിംഗ് ടു ദ WHO. WHO പറയുന്ന അനുസരിച്ച് 37 ആഴ്ചക്ക് മുമ്പ് ജനിക്കുന്ന കുട്ടികളെ പറയുന്ന പേരെന്താ? ദ പ്രീ ടൈം എന്ന് വിളിക്കാം. നൗ വാട്ട് ഇസ് ദ പോസ്റ്റ് ടൈം? എന്താ? അബ്രോഡ് ആണോ? ഇറ്റലിയാണോ? സോ അവിടുത്തെ ടൈം വ്യത്യാസമാണ്. ഇറ്റലി ആണെങ്കിൽ സമയം വ്യത്യാസമാണ്. ഇറ്റലിക്കാണെങ്കിൽ ഇറ്റലി ഭാഗത്ത് സമയം വ്യത്യാസമുണ്ട്. രാത്രി 9 കിടക്കുന്നത്. ഓക്കെ, ഇത് റെക്കോർഡ് ബസ്സിലുണ്ട്. എനിക്ക് ഇപ്പോൾ വാട്സപ്പ് പേര് മെസ്സേജ് കേട്ടോ. വോയിസ് കേൾക്കാമോ? വോയിസ് കേൾക്കാമോ? വോയിസ് കേൾക്കാമോ? യെസ്. അപ്പോ നമ്മളിവിടെ പറഞ്ഞ എന്താ? ഇത് പ്രീ ടൈം എത്രയായിരിക്കും? ബോൺ ബിറ്റ്വീൻ എത്രയാ? ബോൺ എത്രയാ? 37 ആഴ്ചക്ക് മുൻപേ ജനിക്കുന്ന കുട്ടികൾ പറഞ്ഞത് എന്താ? 37 ആഴ്ചക്ക് മുൻപേ ജനിക്കുന്ന കുട്ടികൾ എന്താ? പ്രീ ടൈം ആണോ പോസ്റ്റ് ടൈം ആണോ? എന്താ? പ്രീ ടൈം. പ്രീ ടൈം അക്കോർഡിംഗ് ടു WHO പ്രീ ടൈം അല്ലേ? ഇനി എന്താ പോസ്റ്റ് ടൈം? എന്താ? ഇനി ചോദ്യം വരുന്നത് എന്താ? പോസ്റ്റ് ടൈം. പോസ്റ്റ് ടൈം എന്താ? ഒരു നിയോനെറ്റ് എപ്പോൾ ജനിക്കുന്നത്? 42 വീക്കിന് ശേഷം ജനിക്കുന്നതാണോ? ഒരു നിയോനെറ്റ് എപ്പോഴും 42 വീക്കിന് ശേഷം ജനിക്കുന്നത് വിളിക്കാം. കറക്റ്റ് ആണ്. ചോദിക്കും. പോസ്റ്റ്. അപ്പൊ 37 തൊട്ട് 42 വീക്കിനിടെ എന്ന് വിളിക്കാം. 32 തൊട്ട് 42 വീക്കിന് ഇടയിലാണെന്ന് വിളിക്കാം. ദ ടൈം അല്ലേ? ടൈം 42 വീക്കിന് ശേഷമാണെങ്കിൽ ഇത് വിളിക്കാം പോസ്റ്റ്. ഇത് 37 തൊട്ട് പറഞ്ഞു ആദ്യ ടൈം എത്രയാ? 30 മുമ്പ് എത്രയാ? 37 മുമ്പ് എത്രയാ? എന്തായിരിക്കും? എന്താ ടൈം ആണോ? ആ ടൈം. എത്ര കിട്ടിയോ? 30 തൊട്ട് 42 കിട്ടിയോ? യെസ്, റിട്ടേൺ. കിട്ടിയോണേ? കിട്ടിയോ? ആ ഗ്രൂപ്പിനകത്തെ ആ ഒരു പുതിയ ഗ്രൂപ്പിനകത്ത് ഇതുവരെ എത്ര റെക്കോർഡ് കിട്ടി? ഫൗണ്ടേഷൻ കിട്ടിയോ എല്ലാവർക്കും? അക്കോർഡിങ്സ് അല്ല. അവിടെ വേറെ മെസ്സേജ് ഒന്നുമില്ല. ഫൗണ്ടേഷൻ കിട്ടിയല്ലേ? കിട്ടി. അപ്പോഴേ അത് 37 വീക്കിന് മുമ്പേ എന്ന് വിളിക്കാം. 37 വീക്കിന് മുൻപേ ആണെന്ന് വിളിക്കാം. പ്രീ ടൈം ആണോ പോസ്റ്റ് ടൈം ആണോ? 37 വീക്കിന് മുമ്പ് എന്ന് വിളിക്കും. പ്രീ ടൈം. ആ 37 തൊട്ട് 42 എന്ന് വിളിക്കാം. 37 തൊട്ട് 42 എന്ന് വിളിക്കാം. ടൈം ആ 42 വീക്ക് ശേഷം വിളിക്കാം. 42 വീക്ക് ശേഷം പോസ്റ്റ് ടൈം. ഇത്രയും കിട്ടിയോ? കിട്ടി.
നൗ എന്താണ് ഇത് ലോ ബർത്ത് വെയിറ്റ്? എന്താണ് ദ ലോ ബർത്ത് വെയിറ്റ്? എന്താ എന്താണ് ദ ലോ ബർത്ത് വെയിറ്റ് ബേബി? എന്താ എത്ര 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 വെയിറ്റ് എത്ര വെയിറ്റ് എത്ര വെയിറ്റ് എത്ര ചോദ്യമാണ്. ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുമ്പോൾ ചോദ്യം ഏതാണ്? വീക്ക് ഒന്നുമല്ല, വെയിറ്റ് ആണ്. വീക്ക് ഒന്നുമല്ല, വെയിറ്റ് ആണ്. ദ ലോ ബർത്ത് വെയിറ്റ് ബേബി എന്ന് പറയുമ്പോൾ വീക്ക് ചോദിക്കില്ല, പക്ഷെ ചോദ്യം പറഞ്ഞത് വെയിറ്റ് ആണ്. എത്ര വെയിറ്റ്? എത്ര വെയിറ്റ്? ലെസ് ദാൻ ദ 2.5 kg. 2.5 താഴെ കിലോ ആണെങ്കിൽ, 2.5 kgക്ക് താഴെയാണെങ്കിൽ എന്ത് വിളിക്കാം? 2.5 kgക്ക് താഴെയാണെങ്കിൽ എന്ത് വിളിക്കാം? 2.5 കിലോയ്ക്ക് താഴെയാണെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് ആണെങ്കിൽ എന്ത് വിളിക്കാം? ലോ ബർത്ത് വെയിറ്റ് ബേബി ആണോ? 2.5 കിലോയ്ക്ക് താഴെയാണെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് ആണെങ്കിൽ എന്ത് വിളിക്കാം? ലോ ബർത്ത് വെയിറ്റ് ബേബി എന്ന് വിളിച്ചൂടെ? നൗ ഇനി ദ വെരി ലോ ബർത്ത് വെയിറ്റ് ഉണ്ടോ? ദ ലോ ബർത്ത് കഴിഞ്ഞാൽ വെരി ലോ ബർത്ത് ഉണ്ടോ? വെരി ലോ ബർത്ത് വെയിറ്റ്, വെരി ലോ ബർത്ത് വെയിറ്റ് എത്രയായിരിക്കും? ബർത്ത് ലെസ് ദാൻ 1.5 kg അല്ലേ? 1.5 കിലോയ്ക്ക് താഴെയാണെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് വിളിക്കാം. 1.5 കിലോയ്ക്ക് താഴെയാണെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് വിളിക്കാം വെരി ലോ ബർത്ത് വെയിറ്റ് ബേബി വിളിക്കാം. ശേഷം നല്ല എക്സ്ട്രീം ആയിട്ട് ലോ ബർത്ത് വിളിക്കാം. ജസ്റ്റ് 1 കിലോയ്ക്ക് താഴെ വിളിക്കാം. 1 കിലോയ്ക്ക് പോലും താഴെയാണെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് വന്നാൽ എന്ത് വിളിക്കാം? എക്സ്ട്രീംലി ലോ ബർത്ത് വെയിറ്റ് അല്ലേ? ജസ്റ്റ് 1 കിലോയ്ക്ക് താഴെയാണെങ്കിൽ പോലും കുട്ടിയുടെ വെയിറ്റ് വന്ന് വിളിക്കാം എക്സ്ട്രീംലി ലോ ബർത്ത് വെയിറ്റ് ബേബി വിളിക്കാം. അപ്പോൾ ഒരു കുട്ടി ലോ ബർത്ത് എന്ന് പറഞ്ഞെങ്കിൽ എത്ര വെയിറ്റ് താഴെ ഇരിക്കണം? ഒരു കുഞ്ഞിനെ ലോ ബർത്ത് വെയിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എത്ര താഴെ വേണം? 2.5 kg അല്ലേ? ഇനി ദ വെരി ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയണമെങ്കിൽ, ദ വെരി ലോ ബർത്ത് വെയിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എത്ര kg വേണം? 1.5 കിലോ. 1.5 കിലോ അല്ലേ? ആ 1.5 കിലോ. ഇനി അത് എക്സ്ട്രീംലി ലോ ബർത്ത് എന്ത് വേണം? എക്സ്ട്രീംലി ലോ ബർത്ത് വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കും 1 kg. സൂത്രം ക്ലിയർ? ഒരു ചാപ്റ്റർ കിട്ടി. ഒരു ചാപ്റ്റർ ക്ലിയർ ആയല്ലോ. ഒരു ചോദ്യം ചെയ്യട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ എപ്പോഴും ഇത് വെയിറ്റ് ബന്ധപ്പെട്ട ചോദ്യം എപ്പോഴും വരാറുണ്ട്, മറക്കരുത്. ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വെയിറ്റുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യം വരാറുണ്ട്. കിട്ടിയോ? വെയിറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ചാപ്റ്റർ ആയിട്ടാ എല്ലാം ശരിയല്ലേ? ഓരോ പഠിപ്പിക്കാരെയും ഓരോ ചാപ്റ്റർ ആയിട്ടാ പഠിപ്പിക്കുക. അതുപോലെ പഠിപ്പിക്കുക. ഇത്രയും ഒരു ചാപ്റ്റർ ആണ്. അവിടെ ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. ഞാൻ വാരി വലിച്ച് അവിടെ നിന്നും ഇവിടെ പഠിപ്പിക്കാറില്ല. ഒരു ചാപ്റ്റർ ആയിട്ടാ പഠിപ്പിച്ചത്. ഒരു ചോദ്യം ഇവിടെ ചോദിക്കും. കാരണം എപ്പോഴും വെയിറ്റ് കൺഫ്യൂഷൻ ആവാറില്ലേ? ശരിയല്ലേ? വെയിറ്റ് ചോദിക്കുമ്പോ അറിയില്ല, മറന്നുപോകും. ശരിയല്ലേ? ഇനി ചോദിച്ചാൽ ഇത് 1.5 kg താഴെയാണെങ്കിൽ ഇത് വിളിക്കാം. 1.5 kgക്ക് താഴെയാണെങ്കിൽ എന്ത് വിളിക്കാം? വെരി ലോ ബർത്ത് വെയിറ്റ് അല്ലേ? ആൻഡ് 1 kgക്ക് താഴെ വിളിക്കാം എക്സ്ട്രീംലി ലോ ബർത്ത് വെയിറ്റ് അല്ലേ? മറക്കരുത്. ഇത്രയുമാണ് ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട്. ഒരു ചാപ്റ്റർ ദ സെക്കൻഡ് ചാപ്റ്റർ, ദ ബർത്ത് മാർക്സ്. സ്റ്റാർട്ട് ചെയ്യാം. അരമണിക്കൂർ പഠിച്ചോട്ടെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാമോ? ചെറിയ ബ്രേക്ക് എടുക്കാം. അങ്ങനെ ഒരുമിച്ച് പഠിക്കണ്ട. ചെറിയ ബ്രേക്ക് എടുക്കാം. അടുത്ത ചാപ്റ്റർ ആണ് ദ ബർത്ത് മാർക്സ്. ഒരു ചോദ്യം വരും. ചെറിയ ബ്രേക്ക് എടുക്കട്ടെ. എനിക്ക് ഇഷ്ടം. ഞാൻ പഠിപ്പിക്കുന്നത് ചെറിയ ബ്രേക്ക്. 5 മിനിറ്റ് എടുക്കട്ടെ. 5 മിനിറ്റ്. സമയം 10. എത്ര എക്സാം പറഞ്ഞു? വാച്ചില്ല. പറഞ്ഞു ഇത്രയായി. വാച്ചില്ല, ഫോണും ഇല്ല. സമയം 33.
5 ബ്രേക്ക്, ഇവിടെ 14 ബ്രേക്ക്, 10 10 9 40 9 4 ബ്രേക്ക് 9 40 ബ്രേക്ക്, 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഓടി കേട്ടോ. 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഓടി വരിക, 40 ബ്രേക്ക്. ഓക്കെ, ചെറിയ ബ്രേക്ക് നല്ലതാണ്, സ്റ്റഡീസിൽ എപ്പോഴും ബെസ്റ്റ് അതാണ്. ബൈ. ബ്രേക്ക് ആണ് ഒരു കറക്റ്റ് 10:40 പറഞ്ഞേ. ബ്രേക്ക് ആണ് കറക്റ്റ് 10:40 ആകുമ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യണേ. കറക്റ്റ് 10:40 ആകുമ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യണേ, മറക്കരുത്. 10:40 ആകുമ്പോൾ അടുത്ത ചാപ്റ്റർ ആണ്. ഓക്കെ, 10:40 അടുത്ത ചാപ്റ്റർ ആണ്, ബ്രേക്ക് ആണ്. ഓടി വരിക 10:40. വെള്ളം കുടിച്ചിട്ടൊക്കെ ഓടി വരും കേട്ടോ. ബൈ.
സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? യെസ്, സ്റ്റാർട്ട് ചെയ്യാമോ? യെസ്, എത്തിയ കറക്റ്റ് 9:40 അല്ലേ? കറക്റ്റ് 9:40 അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും. ആ ഗ്രൂപ്പിൽ കുറെ റെക്കോർഡ് കിട്ടിയോടെ? ആ ഗ്രൂപ്പിനകത്ത് കുറെ റെക്കോർഡ് കിട്ടിയോ? ഇനി ഇത് കഴിഞ്ഞ എക്സാമിന്റെ റെക്കോർഡിംഗ് വേണം. അതിപ്പോ റെക്കോർഡിംഗ് മാത്രമേ ഉള്ളൂ. ആ ഗ്രൂപ്പിനകത്ത് മൊത്തം റെക്കോർഡിംഗ് ഉണ്ട്. വേണോ? എല്ലാം ഇട്ടുതരാം. എല്ലാ നോട്ടും എല്ലാം റെക്കോർഡ് ഇട്ടുതരാം. വേണോ? അതിനകത്ത് എല്ലാ നോട്ടും, എല്ലാ റെക്കോർഡിംഗ്, കഴിഞ്ഞ DHSന്റെ എല്ലാ നോട്ടും റെക്കോർഡിംഗ്. പക്ഷെ രാവിലെ പഠിപ്പിക്കില്ലേ? അത് മാത്രമല്ല പഠിപ്പിക്കല്ലേ. കഴിഞ്ഞ എക്സാമിൽ ഈ പറഞ്ഞ ഇത് പഠിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ എക്സാമിൽ ഞാൻ ഈ പറഞ്ഞ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഇത് ബെർത്ത് മാർക്സ് ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഈ ഇടയായിട്ട് ചോദിക്കാറുണ്ട്. പഠിക്കുമല്ലോ? പഠിക്കുമല്ലോ? അവിടെ വരുന്നതും ആ ഒരു ഗ്രൂപ്പിനകത്ത് വരുന്നതും ഇത് പഠിക്കുമല്ലോ. എങ്ങനെയും പാസ്സാവണ്ടേ? എങ്ങനെയെങ്കിലും പാസ്സാവണ്ടേ? ഒന്ന് രക്ഷപ്പെടണ്ടേ? ഒന്ന് ഈ പറഞ്ഞ എവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ? വേണ്ടേ? എങ്ങനെ ഒന്ന് ഈ പറഞ്ഞ ടെമ്പററി ജോലി അല്ലെങ്കിൽ ആ ഒരു ജോലി ഇല്ലായ്മ രക്ഷപ്പെടണ്ടേ? ഒന്നുകിൽ ജോലി ഇല്ല, അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിലും അത് ടെമ്പററി അല്ലേ? ഇല്ലേ? ഒന്നുകിൽ ജോലി ഇല്ല, അല്ലെങ്കിൽ ജോലി ഇല്ലെങ്കിൽ ടെമ്പററി അല്ലേ? അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറിയാൽ മതിയില്ലേ? കാരണം എപ്പോ വേണേലും ജോലി പോലെ, എപ്പോ വേണമെങ്കിൽ ജോലി പോവാം. ഇന്ന് ജോലി ഉണ്ടെങ്കിൽ നാളെ ജോലി ഇല്ലാത്ത അവസ്ഥയല്ലേ? ഇന്ന് ജോലി ഉണ്ടെങ്കിൽ നാളെ ആകുമ്പോ എന്നെ പിടിച്ചു വിട്ടു, എന്നെ മതി എന്ന് പറഞ്ഞൂടെ? ഇന്ന് ജോലി പക്ഷെ നാളെ കണ്ണു തുറക്കുമ്പോൾ ജോലിയില്ല, ശരിയല്ലേ? ഇന്ന് ജോലി പക്ഷെ നാളെ കണ്ണു തുറക്കുമ്പോൾ ജോലി ഇല്ലാത്ത അവസ്ഥ ആർക്കും അനുഭവമുണ്ടോ? ഇന്ന് ജോലിയുണ്ട്, നാളെ ജോലിക്ക് പോകുമ്പോൾ ജോലി ഇല്ല എന്ന് പറയുന്ന അവസ്ഥ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഇന്നുണ്ട്, നാളെ ഇല്ല എന്ന അവസ്ഥ ഇനിയും ഉണ്ടോ? ഉണ്ടെങ്കിലും ഇല്ല. ഉണ്ടോടെ? ഇന്നുണ്ട്, നാളെ ഇല്ല. ഉണ്ടോ? ഇറങ്ങിലും പറഞ്ഞേ. എസ് വാങ്ങിനോ? ഇന്നുണ്ട്, നാളെ ഇല്ല. അനുഭവില്ലേ? ഉണ്ടല്ലോ. ഉണ്ടല്ലോ. അവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ അടുത്ത ഹെഡിങ് കിട്ടുക ദ ബെർത്ത് മാർക്സ്. ഇവിടെ വോയിസ് കേൾക്കുമല്ലോ? വോയിസ് കേൾക്കുമല്ലോ? എസ് പറയുക. വോയിസ് കേൾക്കാമല്ലോ? യെസ്. സോ അടുത്ത ഹെഡിങ് ചാപ്റ്റർ ആണ് ദ ബെർത്ത് മാർക്സ്. ചോദ്യം വരും. അതിനകത്ത് ഫസ്റ്റ് പഠിക്കാൻ പോകുകയാണ് എന്തായിരിക്കും? ദ ടെലൻജാറ്റിക് നെറി ഓർ നെവി വിളിക്കും കേട്ടോ. ടെലൻജാറ്റിക് നെവി വിളിക്കും കേട്ടോ. ദ ടെലൻജാറ്റിക് നെവി എന്ന് വിളിക്കും. ദ സ്ട്രോക്ക് ബൈറ്റ്. സ്ട്രോക്ക് ബൈറ്റ് എന്ന് പേര് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? സ്ട്രോക്ക് ബൈറ്റ് എവിടെയെങ്കിലും? സ്ട്രോക്ക് ബൈറ്റ് ഉണ്ടോ എവിടെയെങ്കിലും? സ്ട്രോക്ക് ബൈറ്റ് അതറിയാലേ? സ്ട്രോക്ക് ബൈറ്റ് അറിയാലോ. പക്ഷെ ദ ടെലൻജാറ്റിക് ദ നെവി കേട്ടോടെങ്കിലും? ദ ടെലൻജാറ്റിക് നെവി എന്ന പേര് കേട്ടില്ല. പക്ഷെ സ്ട്രോക്ക് ബൈറ്റ് ഉണ്ടല്ലോ. സ്ട്രോക്ക് ബൈറ്റ് അറിയാം. സ്ട്രോക്ക് ബൈറ്റിന്റെ പേരിൽ നമുക്ക് ഫെമിലിയർ. പക്ഷെ ദ ടെലൻജാറ്റിക് ദ നെവി എന്ന് പറഞ്ഞ വാക്ക് ആരും കേട്ടില്ല. എന്തായിരിക്കും ഇത്? അബ്നോർമലാണോ നോർമലാണോ? സ്ട്രോക്ക് ബൈറ്റ് അല്ലെങ്കിൽ ദ ടെലൻജാറ്റിക് ദ നെവി എന്ന് പറയുന്നത് അബ്നോർമൽ ആണോ നോർമൽ ആണോ? ചോദ്യം വരുമേ. ഇവിടെ ഒരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. ദ ബെർത്ത് മാർക്സിനകത്ത് സ്ട്രോക്ക് ബൈറ്റ് അല്ലെങ്കിൽ ദ ടെലൻജാറ്റിക് ദ നെവി എന്ന് പറയുന്നത് നോർമൽ ആണോ അബ്നോർമൽ ആണോ? ഇത് ബെർത്ത് മാർക്സ് എപ്പോഴും നോർമൽ ഉണ്ട്, അബ്നോർമൽ ഉണ്ട്. പക്ഷെ ഇത് നോർമൽ ആണോ? നോർമൽ ആണോ? പറഞ്ഞാടേ. പറഞ്ഞാടേ. ഒരു എക്സാം പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞെടുക്കുക. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ ഐലിഡ്സ് ഇല്ലേ? ഐലിഡ്സ് റെഡ് ആയിരിക്കും. എക്സാമ്പിൾ ആണ്. ഒരു കുഞ്ഞെടുക്കുമ്പോൾ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഐലിഡ്സ് റെഡ് കളർ ആയിരിക്കും.
അല്ലെങ്കിൽ പിങ്ക് ആയിരിക്കും. ഐലിഡ്സ് ഒന്നുകിൽ റെഡോ അല്ലെങ്കിൽ പിങ്കോ ആയിരിക്കും. ക്യാപ്പിലറീസ് എല്ലാം നല്ല ഡയലേറ്റ്, ഇത് ബ്രെയിനിലുള്ള ക്യാപ്പിലറീസ് എല്ലാം ഡയലേറ്റഡ് ആയിരിക്കുമെങ്കിൽ അതെന്തായിരിക്കും? ഐലിഡ്സോ നോസോ ഓർ നേപ്പ് ഓഫ് നെക്കോ എല്ലാം ഡയലേറ്റ് എന്ന് വിളിക്കാം. ഇത് സ്ട്രോക്ക് ബൈറ്റ് ആണോ? ആണോ? സ്ട്രോക്ക് ബൈറ്റ് ആണോ? ആണോ? ഐലിഡ്സിന്റെ ക്യാപ്പിലറീസ് ഒന്നുകിൽ പിങ്കോ റെഡോ ആയിരിക്കും. നോസും ആ നേപ്പ് ഓഫ് നെക്ക് എപ്പോഴും എന്താണ്? നോർമൽ കാട്ടിൽ ഇതായിരിക്കും ഡയലേറ്റ് എന്ന് വിളിക്കാം. എന്ന് വിളിക്കാം. എന്ന് വിളിക്കാം. നെവി അല്ലേ? 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 കേട്ടില്ലല്ലോ, പേരിട്ടില്ലല്ലോ. ടാലജറ്റിക് നെവി എന്ന് വിളിച്ചൂടെ? വിളിച്ചൂടെ? ഒന്നുകിൽ റെഡോ പിങ്കോ ആയിരിക്കാം. ഐലിഡ്സിന്റെ ക്യാപ്പിൾസ് ഒന്നുകിൽ റെഡോ അല്ലെങ്കിൽ പിങ്കോ ആയിരിക്കും. നോസ് ആയാലും ഐലിഡ്സ് ആയാലും നേപ്പ് ഓഫ് നെക്ക് ആയാലും എന്തായിരിക്കും? ഒരു കളറിന്റെ പിങ്കോ റെഡോ ആയി നല്ല ഡയലേറ്റ് ഇരിക്കും അല്ലേ? ഇത് നോർമൽ ആണോ? നോർമൽ ആണത്? ഇത് നോർമൽ ആണോ? നോർമൽ ആണോ? നോർമൽ ആണോ? നോർമൽ ആണോ? ആണോ? എപ്പോഴാ കാണുന്നത്? ഇത് എപ്പോഴാ കാണുന്നത്? എപ്പോ കാണാൻ പറ്റും? ഇത് എപ്പോ കാണാൻ പറ്റും? ആ ഒരു കുഞ്ഞ് കരയുന്ന സമയത്ത്, ആദ്യം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ശേഷം അത് കരയുന്ന സമയം കാണാൻ പറ്റില്ലേ? കുഞ്ഞ് ജനിച്ച ശേഷം കരയുന്ന സമയം കാണാൻ പറ്റില്ലേ? കുഞ്ഞ് ജനിച്ച ശേഷം ആദ്യമായിട്ട് കരയുമ്പോൾ കാണാൻ പറ്റില്ലയോ? കുഞ്ഞ് ജനിച്ച ശേഷം ആദ്യമായിട്ട് കരയുന്ന സമയത്ത് കാണാൻ പറ്റുമോ? എല്ലാം ഡയറ്റ് ആവില്ലേ? ആ കണ്ണും നോസും നെക്കും എല്ലാം ഡയറ്റ് ആവില്ലേ? റെഡ് മിങ്കിലാവാറില്ലേ? കുഞ്ഞ് ജനിച്ച് ആദ്യമായിട്ട് കരയുമ്പോഴെപ്പോഴും ഇത് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിൽ അധികം ഇല്ലെങ്കിലും പക്ഷെ കാണാൻ പറ്റാണ്ട് ഓർമ്മിക്കുക, നമ്മുടെ നാട്ടിൽ അധികം ഇല്ലെങ്കിലും ഇത് വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഇത് കാണാറുണ്ട്. ചോദിക്കട്ടെ, ഇത് നെവി എന്ന് പറഞ്ഞ നോർമൽ ആണോ? ഇത് നെവി എന്ന് പറഞ്ഞാൽ നോർമൽ ആണോ? എപ്പോഴും ഓർമ്മിക്കുന്ന കാര്യമാണ്. ഇത് നെവി എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ അല്ലേ? നെവി എന്ന് പറഞ്ഞാൽ എപ്പോഴും നോർമൽ ആയിട്ട് മറക്കരുത്. നെവി എന്ന് പറഞ്ഞാൽ ഇത് നെവി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു ഭാഗത്ത് എന്താ? നോർമൽ എന്നാണെന്ന് ഓർമ്മിക്കുമല്ലോ. ഓർമ്മിക്കുമല്ലെങ്കിലും ഓർമ്മിക്കോ? നോർമൽ ആണ്. ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേ, കുറച്ച് മാസങ്ങളോ ദിവസങ്ങളോ എന്ത് ചെയ്യും? ആ ഡിസപ്പിയർ ആവും. കുറച്ച് മാസങ്ങളോ ദിവസങ്ങളോ എന്ത് ചെയ്യും? ആ ഡിസപ്പിയർ. സോ ഇത് നെവി എന്ന് പറയുമ്പോൾ നോർമൽ ആണ്. കുറച്ച് മാസങ്ങളോ കുറച്ച് ദിവസങ്ങളോ കഴിയും ഡിസപ്പിയർ ആവല്ലേ? നെക്കിൽ വന്നാലും ഈ പറഞ്ഞ എന്താണ് ഇത്? എവിടെ നെക്ക് വേറെ എവിടെയാ? നെക്ക് നെക്ക് ഐലിഡ്സ് നോസ് ആ നേപ്പ് ഓഫ് നെക്കിൽ എവിടെ വന്നാലും കുറച്ച് കഴിയുമ്പോൾ ഡിസപ്പിയർ ആവാറില്ലേ? ഡിസപ്പിയർ ആവും. ആ ഡിസപ്പിയർ ചെയ്തപ്പോഴാ ഏകദേശം ഒരു 2 വയസ്സാകുമ്പോഴേ, ജനിച്ച് 2 വയസ്സാകുമ്പോൾ എപ്പോഴും ഡിസപ്പിയർ ഉണ്ട്. 2 വയസ്സ് ജനിച്ച ശേഷം 2 വയസ്സാകുമ്പോൾ എപ്പോഴും ഡിസപ്പിയർ ആവുകയും ചെയ്യും. കിട്ടിയോ? ഒരു ചെറിയൊരു റെഡ്നെസ്സോ അല്ലെ? കരയുന്ന സമയത്ത് അതൊക്കെ കുഞ്ഞ് കരയുന്ന സമയത്ത് മാത്രം റെഡ്നെസ് ഉണ്ടാവുക അല്ലെ? അത് പറയുമ്പോ എന്താ? നെവി അല്ലേ? നെവി അല്ലേ? റെഡ് ഓർ ദ പിങ്ക് കളർ അല്ലേ? കുഞ്ഞ് കരയുന്ന സമയം മാത്രം റെഡ് ഓർ ദ പിങ്ക് കളർ ആവും. എന്താണ്? ഐലിഡ്സിന്റെ ക്യാപ്പിലറീസും അത് നോസിലെയും അത് നേപ്പ് ഓഫ് നെക്കിലെയും എന്ത് ചെയ്യുന്നൂടെ? ക്യാപ്പിലറീസ് എപ്പോഴും ഡയലേറ്റഡ് ആവും. കിട്ടിയോ? കിട്ടിയോ? ഐലിഡ്സും നേപ്പ് ഓഫ് നെക്കും നോസും എല്ലാം അവിടെയുള്ള ബ്ലഡ് വെസൽസ് എപ്പോഴും ഡയലേറ്റ് ആവുന്നതാ. ഏതില്ല 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 പറഞ്ഞേ? ദ ടെലഞ്ചറ്റിക് നെവി ഓർ ദ സ്ട്രോക്ക് ബൈറ്റ് അല്ലേ? പേര് പഠിക്കാൻ പാടല്ലേ? പേര് ഓർമ്മിക്കാൻ പാടല്ലേ? ഒന്ന് നോക്കിയേ. ദ ടെലഞ്ചറ്റിക് നെവി അല്ലെങ്കിൽ സ്ട്രോക്ക് ബൈറ്റ് അല്ലേ? ഇതെല്ലാം അല്ലേ? പേര് പറഞ്ഞേ, പേര് പറഞ്ഞ എല്ലാരും. 2 ദിവസം പോകും. 2 വയസ്സാകുമ്പോ എപ്പോഴും ഡിസപ്പിയർ ഓട്ടോമാറ്റിക്കായിട്ട് 2 വയസ്സാകുമ്പോൾ ഡിസപ്പിയർ പോവുകയും ചെയ്യും.
പേര് പറഞ്ഞില്ല, ചോദ്യം വരും. പേര് പറഞ്ഞ് ടാലന്റഡ് നേവി ഫസ്റ്റ് കിട്ടിയോ? ഫസ്റ്റ് കാര്യം കിട്ടിയല്ലോ. ചോദ്യം വരും, എക്സാം ചോദ്യം കുറവാണ്. സെക്കൻഡ് ഉള്ളതാ ദ നെവസ് ഫ്ലാമസ്. സെക്കൻഡ് പറയുന്നത് കാര്യം എന്താ? ദ നെവസ് ഫ്ലാമസ് അല്ലെങ്കിൽ ദ പോർട്ട് വെയിൻ സ്റ്റെയിൻ വിളിക്കാം. ദ നെവസ് ഫ്ലാമസ് അല്ലെങ്കിൽ ദ പോർട്ട് വെയിൻ സ്റ്റെയിൻ. ഇതൊക്കെ എവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും? ഇല്ല, ആരും എവിടെയും പഠിച്ചിട്ടില്ല, ആരും എവിടെയും കേട്ടിട്ട് പോലും ഇല്ല. 4 വർഷം 3 വർഷം നഴ്സിംഗ് പഠിച്ചപ്പോ പോലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോട്ടെ? ഇല്ല. സിലബസിനകത്തുണ്ട്, പക്ഷെ പഠിച്ചിട്ടില്ല. ശരിയല്ലേ? സിലബസിലുണ്ട്, പക്ഷെ പഠിച്ചിട്ടില്ല. സോ ദ നെവസ് ഫ്ലേമസ് എന്താ? വേറെ പേരെന്താ? ദ പോർട്ട് വെയിൻ സ്റ്റെയിൻ. എന്തായിരിക്കും ഇത്? നമ്മുടെ നാട്ടിലോ നമ്മുടെ കൺട്രിയിലോ ഇതില്ല. നമ്മുടെ കൺട്രിയിലോ ദ പോർട്ട് വെയിൻ സ്റ്റെയിൻ എന്നോ ഓർ നെവസ് ഫ്ലേമസോ എന്ന സംഭവം ഇല്ല. പക്ഷെ എവിടെ ഉണ്ട്? വെസ്റ്റേൺ ഭാഗത്ത് ഇതുണ്ട്. എന്ത് സംഭവം ധരിക്കും? ഇത് വലിയ ഡേഞ്ചറസ് ഒന്നും കേട്ടോ. ഇത് വലിയ ഡേഞ്ചറസ് സംഭവം ഒന്നുമല്ല. പക്ഷെ ആക്ച്വലി സംഭവം ധരിക്കും. ഇതായിരിക്കും. ആ ഒരു പിക്ചർ കാണപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ദ നോൺ എലിവേറ്റഡ് പർപ്പിൾ ഡിസ്പേർഷൻ ആണോ? ഫേസിലും നെക്കിലും മാത്രം ലാർജ് ആയിട്ട് ദ നോൺ എലിവേറ്റഡ് ഉള്ള പർപ്പിൾ ഡിസ്പേർഷൻ ആണോ? യെസ്. ഇത് കുഞ്ഞ് വളർന്ന് മാറും കേട്ടോ. കുഞ്ഞു വളരുന്ന സമയത്ത് ഇത് മാറുകയും ചെയ്യും. പക്ഷെ എന്താണ്? ഒരു സ്റ്റെയിൻ പോലെ കാണുന്നില്ലേ? ഒരു സ്റ്റെയിൻ പോലെയല്ലേ കാണുന്നത്? ശരിയല്ലേ? ഒരു സ്റ്റെയിൻ പോലെയല്ലേ ഇത് കാണുന്നത്? യെസ്. അല്ലേ? ആക്ച്വലി സംഭവം എന്താ? ലാർജ് ആയിട്ടുള്ള നോൺ എലിവേറ്റഡ് പർപ്പിൾ ഡിസ്കഷനിലെ ഫേസിലും നെക്കിലും മാത്രം വരുന്ന നോൺ എലിവേറ്റഡ് ഉള്ള ദ ലാർജ് പർപ്പിൾ ദ ഡിസ്കറേഷൻ പറയുന്ന പേരെന്താ? ഫേസിലും നെക്കിലും മാത്രം വരുന്ന ലാർജ് ആയിട്ടുള്ള പർപ്പിൾ ദ ഡിസ്കറേഷൻ പറയുന്ന പേരെന്താ? എന്ത് പേരാ? ദ നെവസ് ഫ്ലാമസ് എന്ന് വിളിക്കാം. കിട്ടിയോ? ഒരു സ്റ്റെയിൻ പോലെ എപ്പോഴും കാണും. പതിയെ കുഞ്ഞ് വളരുമ്പോൾ എന്ത് ചെയ്യും? അത് പതിയെ മാറുകയും ചെയ്യും. കിട്ടിയോ? 2 കൈ കിട്ടിയോ? കിട്ടി. അടുത്ത മൂന്നാമത്തെ എന്താ പഠിക്കുന്നത്? ബർത്ത് മാർക്സ് അല്ലേ? ബർത്തിൽ ഉണ്ടാകുന്നത് മാർക്സ് അല്ലേ? എന്താ പഠിക്കുന്നത്? ബർത്തിലുള്ള മാർക്സ് അല്ലേ? മാർക്സ് ചാപ്റ്ററാണ്, ഒരു ചാപ്റ്ററാണ്. 2 കിട്ടിയോ? 2 കാര്യം കിട്ടിയോ? 2 പേരും എന്താണെന്ന് മനസ്സിലായോ? പറഞ്ഞേ. ഇല്ലെങ്കിൽ യെസ്. മനസ്സിലായി. അടുത്ത മൂന്നാമത് പഠിക്കുക എന്താ? ദ നെവസ് വാസ്കുലോസ് അല്ലെങ്കിൽ സ്ട്രോബെറി മാർക്ക്. വേറെ എവിടെയോ സ്ട്രോബെറി പഠിച്ചത്? സ്ട്രോബെറി എവിടെ പഠിക്കും? ഇവിടെ സ്ട്രോബെറി മാസ്ക് ആണ്, അല്ല ഇവിടുത്തെ മാർക്കാണ്. ഇവിടെ സ്ട്രോബെറി മാർക്കാണ്. വേറെ എവിടെയോ സ്ട്രോബെറി എന്ന വാക്ക് കമ്മ്യൂണിറ്റി ആണോ? എവിടെയോ സ്ട്രോബെറി കമ്മ്യൂണിറ്റി ആണോ? സ്ട്രോബെറി ടങ് എവിടെ പഠിച്ചത്? കവാസാക്കി ഡിസ് ആണോ? സ്ട്രോബെറി ടങ് പഠിച്ചെവിടെയാ? പഠിച്ചില്ല, പഠിക്കും. ഓർമ്മയുണ്ട്. കവാസാക്കി ഡിസ് ആണോ? സ്ട്രോബെറി ടങ് പഠിക്കുന്നവിടെ കവാസാക്കി ഡിസ് അല്ലേ? ആലോചിച്ച് നോക്കിയേ. സ്ട്രോബെറി ടങ് എവിടെയാ?
കവാസാക്കി ഡിസൈഡ്. പക്ഷെ ഇവിടെ സ്ട്രോബറി മാർക്ക് എവിടെയാ? ദ നെവസ് വാസ്കുലോസ്. സ്ട്രോബറി മാർക്ക് എന്ന് പറഞ്ഞായിരിക്കും. സ്ട്രോബറി മാർക്ക് അല്ലെങ്കിൽ ദ നെവസ് വാസ്കുലോസ് പറഞ്ഞായിരിക്കും. ഈ ഒരു പിക്ചർ കാണുന്നുണ്ടോ? ഈ ഒരു പിക്ചർ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? സൂം നോക്കി. എല്ലാം കുഞ്ഞാ, എല്ലാം കുഞ്ഞാ. സ്ട്രോബറി മാസ്ക് എന്താടേ? മാസ്ക് എന്താടേ? എന്തായിരിക്കും സ്ട്രോബറി മാസ്ക്? എന്താ ഇത്? നമ്മുടെ നാട്ടിലില്ല, നമ്മുടെ ഇന്ത്യയിലൊന്നുമില്ല. ആ ഹെഡ് ആകുമ്പോൾ എന്ത് ചെയ്യും? ആ ഹെഡിലുള്ള ദ ബ്ലഡ് വെസൽസ് ഇത് എൻലാർജ് ചെയ്യുന്നതാണോ? ഹെഡിലുള്ള ദ ബ്ലഡ് വെസൽസ് ആ കുഞ്ഞു കാലത്ത് തന്നെ എൻലാർജ് ചെയ്യുന്ന അവസ്ഥയാണോ? അവിടെയും ഇവിടെയും പൊങ്ങി നിൽക്കുന്നതാണോ? ഹെഡിലുള്ള ബ്ലഡ് വെസൽസ് അവിടെയും ഇവിടെ പൊങ്ങി നിൽക്കുന്ന അവസ്ഥയാണോ? ഹെഡിലുള്ള ബ്ലഡ് വെസൽസ് അവിടെയും ഇവിടെ പൊങ്ങി നിൽക്കുന്ന അവസ്ഥയാണോ? ആണ്. എപ്പോ ഡിസപ്പിയർ ആവും? എപ്പോ ഡിസപ്പിയർ? 7 മുതൽ 9 വയസ്സാകുമ്പോൾ. മാസമല്ല, 7 മുതൽ 9 വയസ്സാകുമ്പോൾ ഹെഡിലുള്ള ബ്ലഡ് വെസൽസ് ബാക്ക് സൈഡിൽ എപ്പോഴും എന്താണ് നല്ല എല്ലാത്തിരിക്കും. ഇത് ഡിസപ്പിയർ എപ്പോഴാ? 7 മുതൽ 9 മാസമാകും എപ്പോഴും ഇത് ഡിസപ്പിയർ ആകും. മറക്കരുത്. സോ ദ നെവസ് വാസ്കുലോസ് പറയുമ്പോൾ അത് എപ്പോ ഡിസപ്പിയർ? അതാ ചോദ്യം. ദ നെവസ് വാസ്കുലോസ് എപ്പോ ഡിസപ്പിയർ ആവും? 7 മുതൽ 9 മാസമാണോ വർഷമാണോ? വർഷം. വർഷമാകുന്നത് ഡിസപ്പിയർ ആവും. കിട്ടിയോ? ഇത്ര ക്ലിയർ? ഇത്ര ക്ലിയർ? യെസ്. പഠിക്കാൻ കാര്യം അറിഞ്ഞൂടാ, പഠിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇത്രയും പറഞ്ഞ എല്ലാ ആൾക്കാർ എന്താ വലിയ പ്രശ്നക്കാരാണോ? ഇത്രയും പറഞ്ഞ ആൾക്കാരെല്ലാം ഈ 3 മാർക്കെല്ലാം വലിയ പ്രശ്നക്കാരല്ല. ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ 3 മാർക്കെല്ലാം വലിയ പ്രശ്നക്കാരല്ല, വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന. പക്ഷെ ഇനി പറയാവുന്ന ആൾക്കാരല്ലേ അത് പ്രശ്നക്കാരാണ്. ഇനി പറയാവുന്ന എന്താ? ഹെർക്കുലിൻ സൈൻ. 4-മത്തെ എന്താ? ദ ഹെർക്കുലിൻസ് വിളിക്കുക. ഹെർക്കുലിൻ സൈൻ ഇവൻ പ്രശ്നക്കാരാണ്. കേരള PC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യം കണ്ടോണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടുണ്ടോ? ഹെർക്കുലിൻ സൈൻ ആരെങ്കിലും ഏതെങ്കിലും എക്സാമിന് ഹെർക്കുലിൻ സൈൻ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അത് കമന്റ് ചെയ്ത്. ഉണ്ടോ ഏതെങ്കിലും? യെസ്, ഒരാൾ പറഞ്ഞു. അത് വേറെ ഉണ്ടോ? ഉണ്ട്. ലീന, സവിത വേറെ ഉണ്ടോ? രാജി ഉണ്ടോടെ? അത് ചോദിക്കൂടെ. ഞാൻ പഠിപ്പിക്കുന്ന ഓരോ കാര്യം ചോദിക്കൂടെ. ഞാൻ ചുമ്മാ പറയില്ല. ഞാൻ എന്റെ സമയം കളഞ്ഞ് പറയാറില്ല. കാരണം ഉച്ചയ്ക്കും രാവിലെ കുറെ പറയാറില്ല. ചോദ്യം വരും. എന്താ ഹെർക്കുലിൻ സൈൻ? എന്തായിരിക്കും? എക്സാം ചോദ്യമാണ്. പ്രീവിയസ് ചോദ്യമാണ്. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? എന്ത് സംഭവം? എന്താ ഈ ഒരു പിക്ചർ കണ്ടിട്ട് എന്ത് പറയാം? ഞാൻ ഒന്നും പറയില്ല. ഈ ഒരു പടം കണ്ടിട്ട് എന്ത് പറയാൻ പറ്റും? ആ ഒരു കുഞ്ഞിന്റെ ഒരു സൈഡ് മാത്രം നല്ല റെഡാണ് അവിടെ. ഞാൻ വേറെ ഒന്നും പറയില്ല. കാണുന്നുണ്ടോ? ആ കുഞ്ഞിന്റെ ഒരു സൈഡ് മാത്രം കണ്ടിട്ട് റെഡാണ് അവിടെ. ആലോചിച്ച് പറഞ്ഞടേ. ഹെർക്കുലിൻ സൈൻ എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ ഒരു സൈഡ് മാത്രം കണ്ടിട്ട്, കുഞ്ഞിന്റെ ഒരു സൈഡ് മാത്രം ഡീപ്പായിട്ട് റെഡ് ആണെങ്കിലും പിങ്ക് ആണെങ്കിലും, കുഞ്ഞിന്റെ ഒരു സൈഡ് മാത്രം ഡീപ്പായിട്ട് റെഡ് ആണെങ്കിലും പിങ്ക് ആണെങ്കിലും എന്തായിരിക്കും അത്? ഹെർക്കുലിനല്ലേ. ഒരു കുഞ്ഞിന്റെ ഒരു സൈഡിൽ മാത്രം റെഡ് ആണെങ്കിലും പിങ്ക് ആണെങ്കിലും എന്താ? ഹെർക്കുലിൻ സൈൻ. കുഞ്ഞിന്റെ ഒരു സൈഡ് മാത്രം റെഡ് അല്ലെങ്കിൽ പിങ്ക് ആണ് എന്താ? ഹെർക്കുലിൻ സൈൻ വിളിക്കാം. ആക്ച്വലി ഇത് നോർമൽ ആണോ അബ്നോർമൽ ആണോ? നോർമൽ അബ്നോർമൽ ആവശ്യമൊക്കെ അബ്നോർമൽ ആകൊണ്ടാവും. അവിടെ ഇവർ പടം വെച്ച് പറഞ്ഞു. അബ്നോർമൽ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇതെവിടെ കാണും? കൺജനറ്റൽ കാർഡിയാക് പ്രശ്നമാണോ? ആ ഹാർട്ടിലെവിടെയാണോ? ഓക്കെ, ഹാർട്ടാണോ? ഹാർട്ട് അല്ലേ? ഇറ്റ് ഇസ് സൈൻ ഓഫ് കൺജനറ്റൽ കാർഡിയാക്
അബ്നോർമാലിറ്റി. ഒരു കാർഡിയക് അബ്നോർമാലിറ്റിയുടെ സൈൻ അല്ല ഇതെപ്പോഴും മറക്കരുത്. ദ ഹെർക്കുലിയസ് സൈൻ എപ്പോഴും എന്താ, ഒരു കൺജന്റൽ കാർഡിയക് അബ്നോർമാലിറ്റിയുടെ സൈൻ എപ്പോഴും ഹെർക്കുലിയസ് സൈൻ. മറക്കോ, ഇപ്പൊ ബോഡിയുടെ ഒരു ഭാഗത്ത് മാത്രം എപ്പോഴും എന്താണ്, ദ കളർ ചേഞ്ച് വരും. ഒന്നുകിൽ എന്താവും, ദ പിങ്ക് അല്ലെങ്കിൽ എന്താ അവിടെ റെഡ് കളർ ആവില്ലേ, ഒന്നുകിൽ പിങ്ക് അല്ലെങ്കിൽ ദ റെഡ് കളർ ഒരു സൈഡിൽ മാത്രം ആയി വിളിക്കാം, ഹെർക്കുലിയസ് സൈൻ വിളിക്കാം. കിട്ടിയോ? ക്ലിയർ ക്ലിയർ ക്ലിയർ? യെസ്. എന്താ പഠിച്ചത്? എന്തൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് എന്താ, ബർണാകത്ത് സ്ട്രോക്ക് ബൈറ്റ് പഠിച്ചു, നെവസ് ഫ്ലാമസ് പഠിച്ചു, നെവസ് വാസ്കുലസ് പഠിച്ചു, സ്ട്രോബർ ടങ് പഠിച്ചു, ഹെർക്കുലിസ് പഠിച്ചു. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? സോ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് അബ്ഗാർസ്റ്റോ. അബ്ഗാർസ്കോ സ്റ്റാർട്ട് ചെയ്യാമോ? അബ്ഗാർസ്റ്റോ സ്റ്റാർട്ട് ചെയ്യാമോ? അബ്ഗാർസ്കോ സ്കോ സ്റ്റാർട്ട് ചെയ്യല്ലോ. ഇമ്പോർട്ടന്റ്. കറക്റ്റ് ഓർഡറിൽ അടുക്കി അടുക്കി വെച്ച നോട്ടാണ്. എല്ലാ നോട്ടും കറക്റ്റ് ആയിട്ട് അടുക്കി അടുക്കി വെച്ച നോട്ടാണ്. അതുപോലെ പഠിക്കുക. എന്താ അബ്ഗാർസ്കോ? എന്താണ് അബ്ഗാർസ്കോ? എന്താണ് അബ്ഗാർസ്കോ? എന്തിനു വേണ്ടി യൂസ് ചെയ്യും? എന്തിനു വേണ്ടി യൂസ് ചെയ്യും അറിയാമോ? അബ്ഗാർസ്കോ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? അബ്ഗാർസ്കോ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? സ്ഥിരം ചോദ്യം വസലമാ. സ്ഥിരം ചോദ്യം വസലമാ. എന്തിനു വേണ്ടിയാ ഈ ഒരു സ്കോർ? എന്തിനു വേണ്ടിയുള്ളതാ? ഈസ് യൂസ്ഡ് ഫോർ ഇവാലുവേഷൻ ഓഫ് ന്യൂ ബോൺ ആണോ? ഒരു ന്യൂ ബോണിന്റെ ഇവാലുവേഷന് വേണ്ടി യൂസ് ചെയ്യാണോ? അബ്ഗാർ സ്കോർ എപ്പോഴും ന്യൂ ബോണിന്റെ ഇവാലുവേഷന് വേണ്ടി യൂസ് ചെയ്യണോ? ന്യൂ ബോണിന്റെ ഇവാലുവേഷൻ യൂസ് ചെയ്യുന്ന സ്കോർ ഏതാ? ന്യൂ ബോണിന്റെ ഇവാലുവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്കോർ ഏതാ? അബ്ഗാർ സ്കോർ അല്ലേ? ഒരു ന്യൂ ബോൺ വരുന്നെങ്കിൽ ന്യൂ ബോണിന്റെ ഇവാലുവേഷന് വേണ്ടി എപ്പോഴും യൂസ് സ്കോർ അബ്ഗാർ സ്കോർ ആണ്. നമുക്ക് തുടങ്ങാം. അടുത്ത ചാപ്റ്റർ ആണ്. താനുണ്ടോ? ഞാനെല്ലാം ചാപ്റ്റർ പഠിക്കില്ല. ചാപ്റ്റർ അല്ലേ? ഞാൻ ഓരോ കാര്യം പഠിപ്പിക്കും. ചാപ്റ്റർ ഉണ്ടല്ലേ? ഓരോ ചാപ്റ്റർ അല്ലേ? ശരിയല്ലേ? ഓരോ കാര്യം പഠിപ്പിക്കുമ്പോഴും ഓരോ ചാപ്റ്റർ ആണ്. സെപ്പറേറ്റ് പഠിപ്പിക്കും. അല്ലാതെ എല്ലാം കൂടെ മിക്സ് ചെയ്യല്ല. മിക്സ് ചെയ്യല്ല. കാണുന്നുണ്ടോ? 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 യെസ്, കാണുന്നുണ്ട്. ഈ ആഴ്ച അല്ലേ? ഈ ആഴ്ച എല്ലാവരും അത് ഫാമിലിയോട് ഇപ്പം ഇന്ന് പുറത്തേക്ക് പോയിക്കോ. ഒരു സിനിമയ്ക്ക് കേട്ടോ, ഒരു സിനിമയ്ക്കോ ഇന്ന് പുറത്തേക്ക് പോട്ടോ ആരെങ്കിലും? എല്ലാം പോവോ? ഈ ആഴ്ച എല്ലാവരും ഒരു സിനിമയ്ക്കോ ഒരു പുറത്തേക്ക് പോവോ? ആരെങ്കിലും പോണം? പോകുമോ? ഈ ആഴ്ച പോകട്ടോ. ഈ ആഴ്ച പോകട്ടോ. ലാസ്റ്റ് ആകുമ്പോൾ എന്താണ്, വളരെ സ്ട്രെസ് ആയിരിക്കരുത്. ഈ ആഴ്ച ഒരു ദിവസം അല്ലേ, ഒരു ദിവസം ഇവിടെ എല്ലാം പോടെ ഫാമിലിയോടൊപ്പം ഒരു ദിവസം എൻജോയ് ചെയ്യും. എൻജോയ് ചെയ്യുമ്പോൾ ഫാമിലിയോടൊപ്പം കുട്ടിയായാലും ഹസ്ബൻഡായാലും അച്ഛനായാലും അമ്മയായാലും ബ്രദറായാലും കൂടെ പോയി സ്പെൻഡ് ചെയ്യും. ഈ ആഴ്ച പോവോ? മാർക്ക് പറഞ്ഞേ, മാർക്ക് പറ. പോവില്ലാരും പോവോ? ആ പോയിട്ട് ഫോട്ടോ അയച്ചു തന്നെ കേട്ടോ. ഈ ആഴ്ച ഒരു ദിവസം, ഈ ആഴ്ച പോയിട്ട് ഒരു ഫോട്ടോ, ഒറ്റ ഫോട്ടോ, ഒരു ഫോട്ടോ അയച്ചു കേട്ടോ. ഒരു ഫോട്ടോ അയച്ചു കേട്ടോ. എല്ലാവരും ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്ത് ഫോട്ടോ അയച്ചു കേട്ടോ. ഒരു യാത്ര പോകും. ഒരു ദിവസം എത്ര? ഒരു ദിവസം പോവുക. കള്ളം പറയും. പോവും എല്ലാരും. പറയട്ടെ, പറഞ്ഞേ. ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നത്. പറഞ്ഞേ, പോവും എല്ലാവരും ഒരു ദിവസം. തന്റെ കുഞ്ഞായാലും ഹസ്ബൻഡായാലും അച്ഛനായാലും അമ്മയായാലും ബ്രദറായാലും ഒരു യാത്ര, ചെറിയ യാത്ര. ഫോട്ടോ വരും. പോയിട്ട് വരുമോ? പോയിട്ട് ഫോട്ടോ അയച്ചു തരുമോ? ഒരു ഫോട്ടോ അയച്ചു, ഒരു ഫോട്ടോ അയച്ചു തരുമോ? അയക്കണേ, മാക്കരുത്. ചെറിയ ബ്രേക്ക് വേണ്ടേ? ചെറിയൊരു ബ്രേക്ക് വേണ്ടേ? ചെറിയൊരു ബ്രേക്ക് വേണ്ടേ? വേണ്ടേ? എല്ലാവർക്കും ചെറിയ ഒരു ബ്രേക്ക് വേണ്ടേ? വേണ്ടേ? വേണം. വേണം. വേണ്ടേ? വേണം. വേണ്ടേ? പറഞ്ഞേ.
എനിക്ക് വേണമെങ്കിൽ ഇവിടെ വെറുതെ പഠിപ്പിച്ചു പോവാം. ഇപ്പൊ വെറുതെ സമയം തീർത്ത് പഠിപ്പിച്ചു പോകാം. വേണോ അത്? ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നത്. ഞാൻ ഓരോ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാണ്. വെറുതെ സമയം സ്പീഡിൽ പഠിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? വെറുതെ സമയം സ്പീഡിൽ പറഞ്ഞു പോവാം. പക്ഷെ അതല്ല, ലൈഫാണ്, കളയരുത്. ഞാൻ പറഞ്ഞാൽ ചെറിയ ബ്രേക്ക് എടുക്കുക. ചെറിയ ബ്രേക്ക് എടുക്കുമായിരിക്കും. ചെറിയ ബ്രേക്ക് എടുത്ത ശേഷം ആ റെക്കോർഡിങ്സ് കംപ്ലീറ്റ് ചെയ്യും. ചെറിയ ഒരു ബ്രേക്ക് എടുത്ത ശേഷം ആ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്യും. ആരൊക്കെ? ചെറിയ ബ്രേക്ക് എടുത്ത ശേഷം റെക്കോർഡിങ്സ് നോട്ട് കംപ്ലീറ്റ് ചെയ്യും. ആരൊക്കെ? ചെറിയ ബ്രേക്ക്, സ്മോൾ ബ്രേക്ക്, ഒരു ദിവസം. നല്ലതാ, നല്ലതാ. എനിക്കിഷ്ടം അത്. എനിക്ക് കിട്ടാതെ പോയി. യെസ്, അബ്ഗാ സ്കോർ നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നോക്കുക എന്താ? എന്തൊക്കെ നോക്കും ആദ്യം? അബ്ഗാ സ്കോറിനകത്ത് ഫസ്റ്റ് എന്തൊക്കെ നോക്കും അത് പറയണല്ലോ. ചോദ്യം ഇതാണ്, അബ്ഗാ സ്കോർ നോക്കുമ്പോൾ ആദ്യം എന്തൊക്കെ നോക്കും? എന്തൊക്കെ നോക്കുന്നത്? ആദ്യം ഉള്ളതാണ് അബ്ഗാ സ്കോറിൽ എന്തൊക്കെ നോക്കും? ഹാർട്ട് റേറ്റ് നോക്കൂടെ? അബ്ഗാ സ്കോറിൽ ഹാർട്ട് റേറ്റ് നോക്കും. ഹാർട്ട് റേറ്റ് നോക്കും. റെസ്പിറേറ്ററി നോക്കും. റെസ്പിറേഷൻ നോക്കും. ഹാർട്ട് റേറ്റും റെസ്പിറേഷൻ നോക്കും. അതുപോലെ തന്നെ മസിൽ ടോൺ നോക്കാറുണ്ടോ? ഹാർട്ട് റേറ്റും റെസ്പിറേഷൻ നോക്കും. അതുപോലെ മസിൽ ടോണും നോക്കാറുണ്ട്. ശേഷം എന്തുകൊണ്ടോ ആ മൂന്ന് എല്ലാവർക്കും അറിയാം. ഹാർട്ട് റേറ്റും റെസ്പിറേഷനും മസിൽ ടോണും എല്ലാവർക്കും അറിയാം. വേറെ എന്താ? ഹാർട്ട് റേറ്റും റെസ്പിറേഷനും മസിൽ ടോണും എല്ലാവരും നോക്കാറ്. വേറെന്താ? ഗ്രീമേസ് ശരിയാണ്. വേറെ ഉണ്ടോ? റിഫ്ലക്സ് ഉണ്ടോ? റിഫ്ലക്സ് ഉണ്ടോ? റിഫ്ലക്സ്, ഇറിറ്റബിലിറ്റി, റിഫ്ലക്സ്, ഇറിറ്റബിലിറ്റി, കളർ ചേഞ്ച്, ഹാർട്ട് റേറ്റും റെസ്പിറേഷനും മസിൽ ടോണും റിഫ്ലക്സും ഇറിറ്റബിലിറ്റിയും കളർ നോക്കാറുണ്ടോ? ഹാർട്ട് റേറ്റും റെസ്പിറേഷനും മസിൽ ടോണും റിഫ്ലക്സ് ഇറിറ്റബിലിറ്റിയും കളർ നോക്കാറുണ്ടോ? 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 ഉണ്ടോ? ഉണ്ട്. ഇതൊക്കെ നോക്കുന്നതിന് വേണ്ടിയാ. ഇതൊക്കെ കുഞ്ഞുങ്ങൾ നോക്കുന്നതിന് വേണ്ടിയാ. ഇതെല്ലാം കുഞ്ഞുങ്ങൾ നോക്കുന്നത് എന്തിനു വേണ്ടിയാ? അത് റെസ്പിറേറ്ററി ഡിസ്ട്രസ് നോക്കാൻ വേണ്ടിയല്ലേ? കുഞ്ഞുങ്ങൾ എപ്പോഴും നോക്കുന്നതിന് വേണ്ടിയാ. റെസ്പിറേറ്ററി ഡിസ്ട്രസ് നോക്കാൻ വേണ്ടിയല്ലേ? അല്ലേ? സോ അബ്ഗാ സ്കോർ ഫസ്റ്റ് കണ്ടുപിടിച്ചാല് കേരള PSC എക്സാമിലെ പ്രീവിയസ് ചോദ്യമാണ്. അബ്ഗാ സ്കോർ ഫസ്റ്റ് ഐഡന്റിഫിച്ചാര്? വിർജീനിയ അബ്ഗാറാണോ? അവിടെ വേറെ എവിടെയോ വിർജീനിയ അറിയാലോ. വേറെ എവിടെയാ വിർജീനിയ ഹെൻഡേഴ്സൺ. ഓർമ്മയുണ്ടോ? അതെവിടെ? വിർജീനിയ ഹെൻഡേഴ്സൺ പഠിച്ചത് ഫൗണ്ടേഷനിൽ. ഹെൻഡേഴ്സ്. അതുപോലെ എന്താണ് ഇവിടെ ആരാ? വിർജീനിയ. നീതു ക്യാമറ ഓഫ് ചെയ്തേ, എനിക്ക് കാണാം. നീതു നല്ല കുഞ്ഞുമായിട്ട് ക്യാമറ ഓഫ് ചെയ്ത് കാണാം. അത് കിടന്ന് പഠിക്കുക, കിടന്ന് കുഞ്ഞുമായിട്ട് പഠിക്കുകയാണ്. ഈ കൊച്ചു കുഞ്ഞ ഞാൻ കണ്ടു കേട്ടോ, ക്യാമറ ഓഫ് ചെയ്ത്. ആരെങ്കിലും വരെയുണ്ടോ? ആ കുഞ്ഞിനെ വെച്ച് പഠിക്കുകയാണ്. ആരെങ്കിലും വരെയെങ്കിലും? വേറെ ആരെങ്കിലും കുഞ്ഞിനെ വെച്ച് പഠിക്കാനുണ്ടോ? ഇരുന്ന് പഠിക്കാറുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കൊച്ചു കുഞ്ഞിനെ പഠിക്കാറുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കുണ്ടോ? 2 വയസ്സ്. കുഞ്ഞുങ്ങൾ പഠിക്കണം. കുഞ്ഞിനെ വച്ചാലും ഇരുത്തിയാലും കിടത്തിയാലും എഴുന്നേറ്റാലും നിന്നായാലും പഠിക്കേ, ഒരു കുഴപ്പമില്ല. സോ വിർജീനിയ ഹെൻഡേഴ്സ് ആണോ അബ്ഗാറാണോ? ഫസ്റ്റ് ആയിട്ട് അബ്ഗാ സ്കോർ കണ്ടുപിടിച്ചാലാ? ഫസ്റ്റ് ടൈം ആയിട്ട് അബ്ഗാർ സ്കോർ കണ്ടുപിടിച്ചാലാ? വിർജീനിയ ഹെൻഡേഴ്സ് ആണോ അബ്ഗാറാണോ? അബ്ഗാർ. വർഷം 1953. 1953 ആദ്യമായിട്ട് വിർജീനിയ അബ്ഗാറാണ് അബ്ഗാർ സ്കോർ കണ്ടുപിടിച്ചിട്ട്. വിർജീനിയ അബ്ഗാറാണ് 1953 ആദ്യമായിട്ട് എന്ത് പിടിച്ചത്? ഈ പറഞ്ഞ എന്ത് പിടിച്ചത്? അബ്ഗാർ സ്കോർ കണ്ടുപിടിച്ചത്. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇമ്പോർട്ടന്റ് കാര്യമാണ്. എപ്പോ ഉപയോഗിക്കും? സമയം ഇമ്പോർട്ടന്റ്. അബ്ഗാർ സ്കോർ എപ്പോ ഉപയോഗിക്കും?
ചോദ്യമാണ്. ഒരു കുഞ്ഞ് ജനിച്ച ശേഷം ഫസ്റ്റ് 1 നിമിഷം മുതൽ ഒരു മിനിറ്റ് മുതൽ 5 മിനിറ്റ് അല്ലേ? ബെർത്ത് തൊട്ട് ഫസ്റ്റ് 1 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് അല്ലേ? 1 മിനിറ്റ് മുതൽ 5 മിനിറ്റ് അല്ലേ? എപ്പോഴും അബ്ഗാസ് സ്കോർ നോക്കുന്നത് 1 മിനിറ്റ് മുതൽ 5 മിനിറ്റ് അല്ലേ? ജനിച്ച ഉടൻ തന്നെ ഫസ്റ്റ് നിമിഷം മുതൽ 5 മിനിറ്റ് നോക്കാറുണ്ട്. ഇനി അബ്ഗാസ് സ്കോർ നോക്കുമ്പോഴേ ഇത് റീഡിങ് എത്ര ഉണ്ട്? റീഡിങ് എത്ര വരെയാ? അബ്ഗാസ് സ്കോർ റീഡിങ് യെസ് എത്രയാണ് പറഞ്ഞു? 10. എത്ര ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്? 5 ഉണ്ട് അല്ലേ? 5 എത്ര ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്? 5 ഏതൊക്കെയാ? ഈ ഒരു ക്ലാസ്സിന് ശേഷം ഞാൻ എഴുതിയ നോട്ടീസ് കേട്ടോ. ഈ ക്ലാസ്സിന് ശേഷം ഞാൻ എഴുതിയ പോയിന്റ്സ് വെച്ചത് ആർക്കെങ്കിലും കിട്ടാതെ വന്നാൽ മെസ്സേജ്. ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം അബ്ഗാസ് സ്കോർ നോട്ട് ഞാൻ എഴുതി അയച്ചു കേട്ടോ. നോട്ട് എഴുതി അയച്ചത് മിക്കവാറും അയക്കാറുണ്ടല്ല അല്ലെ? മിക്കവാറും എപ്പോഴും നോട്ട്സ് ഞാൻ എഴുതി അയക്കാറുണ്ട്. അതുപോലെ തന്നെ അബ്ഗാസ് സ്കോർ നോട്ട് ഞാൻ എഴുതി അയച്ചത് വേണം. എഴുതാൻ വേണ്ടി സമയം എടുക്കാറില്ലേ? ഒരു കാര്യം എപ്പോഴും എഴുതാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കാറില്ലേ? പോയിന്റ്സ് മാത്രമായിട്ട് എഴുതി എനിക്ക് ആവശ്യമുണ്ടോ? നോട്ട് എഴുതി പോയിന്റ് മാത്രം എഴുതി അയക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തായാലും തരും. ഉണ്ടോ? നോട്ട് എഴുതി തരേണ്ട ആവശ്യമുണ്ടോ? അല്ലാതെ നോട്ട് തരുന്നുണ്ട്. എഴുതി തരണോ? നോട്ട് നോർമലി തരുന്നുണ്ട്. എഴുതി തരണോ? എസ് പറയുന്ന എഴുതരും. എസ് പറയും, നോട്ട് പറയും. നോട്ട് എഴുതി തരണം. അല്ലാതെ തരുന്നുണ്ട്. നോട്ട് എഴുതി വേണം. പോയിന്റ്സ് മാത്രം വേണമല്ലോ. യെസ് അല്ലേ? യെസ് വേണം. എനിക്കറിയാം വേണം. സോ അബ്ഗാസ് സ്കോർ നോക്കുമ്പോൾ എത്ര ഇൻഡിക്കേഷൻ ഉണ്ട്? ചോദ്യം വരുന്ന ഭാഗമാണ്. അബ്ഗാസ് സ്കോർ നോക്കുമ്പോൾ എത്ര ഇൻഡിക്കേഷൻ ഉണ്ട്? 5 പേരുണ്ട്. എപ്പോഴും അബ്ഗാസ് സ്കോർ നോക്കുമ്പോൾ 5 ഇൻഡിക്കേറ്റേഴ്സ് ആണ് പ്രധാനമായിട്ടും. ഇതൊക്കെയാ ഫസ്റ്റ് അപ്പിയറൻസ് അല്ലേ? 5 ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? അബ്ഗാസ് സ്കോറിനകത്ത് എപ്പോഴും 5 ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളു അല്ലേ? 5 പേരുണ്ട്. ആ സ്കോറിനകത്ത് എപ്പോഴും 5 പേര് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇതൊക്കെയാ ഫസ്റ്റ് അപ്പിയറൻസ് ആണോ? ഫസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴും അപ്പിയറൻസ് ആണോ? അപ്പിയറൻസ് പറയുന്നത് സ്കിൻ കളർ അല്ലേ? ഒരു കുഞ്ഞിന്റെ അപ്പിയറൻസ് പറയപ്പോൾ സ്കിൻ കളർ അല്ലേ? ഒരു കുഞ്ഞിന്റെ അപ്പിയറൻസ് പറയപ്പോൾ സ്കിൻ കളർ ആണോ? ആണ്. ഇത് ബ്ലൂ ആണോ യെല്ലോ ആണല്ലേ? ഇത് ബ്ലൂ ആണോ യെല്ലോ ആണോ? സ്കോർ കൊടുക്കുന്നത് എപ്പോഴാ? സ്കോർ ഇത് ബ്ലൂ ആണോ യെല്ലോ ആണോ നോക്കാറല്ലേ? അപ്പിയറൻസ് എപ്പോഴും സ്ക്രീനിൽ നോക്കുമ്പോൾ ദ ബ്ലൂ ആണോ യെല്ലോ ആണോ ബോഡി നോർമൽ നോക്കാറില്ലേ? ദ ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ ആണെങ്കിൽ എത്ര സ്കോർ കൊടുക്കും? ദ ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ ആണെങ്കിൽ എത്ര സ്കോർ കൊടുക്കും? 1 ആണോ 0 ആണോ? ദ ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ ആണെങ്കിൽ എത്ര സ്കോർ കൊടുക്കും? ദ ബോഡി കളർ അബ്ഗാസ് സ്കോർ നോക്കുമ്പോൾ ബോഡി നോക്കുന്ന സമയത്ത് ദ ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ ആണെങ്കിൽ ദ പെയിൽ എന്നും പറയാറുണ്ട്. പറയടേ. പറഞ്ഞു എക്സാം ചോദിക്കും. എത്ര കൊടുക്കും? പറഞ്ഞേ. ചുമ്മാ കേട്ടിരിക്കരുത്. പറയുക. രാത്രി തൊണ്ടയിൽ ഒടുക്കി പറയുക. സ്കോർ എത്രയാ? ബ്ലൂ അല്ലെങ്കിൽ ദ യെല്ലോ ഓർ ദ പേര് എത്ര? സ്കോർ അബ് എത്രയാ? 0. ചോദ്യം 0. സ്കോർ 1 ആണ്. എങ്ങനെയാ? സ്കോർ 1 ആണെങ്കിൽ ദ ബോഡി നോർമൽ ആണോ? സ്കോർ 1 ആണെങ്കിൽ ബോഡി എങ്ങനെയാ? അബ്ഗാസ് സ്കോർ നോക്കുമ്പോൾ സ്കോർ 1 കൊടുക്കണമെങ്കിൽ ബോഡി നോർമൽ ആണോ? അബ്ഗാസ് സ്കോറിൽ ബോഡി നോർമൽ ആണെങ്കിൽ പിങ്ക് ആണെങ്കിൽ
ഒന്നാണോടെ? യെസ്, ഒന്നല്ലേ? ബോഡി നോർമൽ എന്ന് കൊടുക്കും. ബോഡി നോർമൽ ആണെങ്കിൽ കൊടുക്കാറില്ലേ? പക്ഷെ എക്സ്ട്രീമിറ്റീസ് എന്താ? പക്ഷെ എക്സ്ട്രീമിറ്റീസ് എന്താ? ബ്ലൂ അല്ലേ? എക്സ്ട്രീമിറ്റീസ് ബ്ലൂ ആയിരിക്കില്ലേ? ബോഡി നോർമലും എക്സ്ട്രീമിറ്റീസ് ബ്ലൂ എന്ന് കൊടുക്കും. ബോഡി നോർമലും ആൻഡ് എക്സ്ട്രീമിറ്റീസ് ബ്ലൂ എന്ന് കൊടുക്കും. സ്കോർ 1 കൊടുക്കാം. എക്സ്ട്രീമിറ്റീസ് ബ്ലൂ എന്ന് പറയുമ്പോൾ പേപ്പർ പേരെന്താ? എക്സ്ട്രീമിറ്റീസ് ബ്ലൂ എന്ന് പറയുമ്പോൾ അതിന്റെ പേരെന്താ? അക്രോ സയൻസ് അല്ലേ? എക്സ്ട്രീമിറ്റീസ് ബ്ലൂ എന്ന് പറയുമ്പോൾ അതിനെ പറഞ്ഞ പേരെന്താ? അക്രോ സയൻസ് അല്ലേ? അക്രോ സയൻസ് അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യം 0യും 1 നോർമൽ ആണോ? 0യും 1ഉം നോർമൽ കുട്ടിക്കുള്ളതാണോ? 0യും 1ഉം നോർമൽ കുഞ്ഞിനുള്ളതാണോ? അല്ല, അല്ല. മറക്കരുത്, 0യും 1ഉം നോർമൽ കുട്ടിക്കുള്ളതല്ല. അല്ലേ? അല്ലേ? ഇവിടെ ചോദ്യം വരും, ഇത് ബോഡി നോർമൽ ആണ്. ഇവിടെ കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം ഇതാണ്, ദ ബോഡി നോർമൽ ആണ്, പക്ഷെ എക്സ്ട്രീമിറ്റീസ് ബ്ലൂ ആണെങ്കിൽ സ്കോർ എത്രയാ? കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമാണ്, ദ ബോഡി നോർമൽ ആണ്, പക്ഷെ എക്സ്ട്രീമിറ്റീസ് ബ്ലൂ ആണെങ്കിൽ സ്കോർ 1 കൊടുക്കാം. ഇനി ആർക്കാണ് നമ്മൾ സ്കോർ 2 കൊടുക്കുന്നത്? സ്കോർ 2 ആൾ കൊടുക്കും. ആൾ ബോഡി നോർമൽ ആണെങ്കിലോ? ബോഡി മുഴുവൻ പിങ്ക് ആണ്. നോർമൽ അല്ലേ? ബോഡി മുഴുവൻ പിങ്ക് ആണ്. നോർമൽ ആണെങ്കിൽ 2 കൊടുക്കാം. ചോദ്യം വരും, ബോഡി നോർമൽ ആണെങ്കിൽ എന്ത് സ്കോർ കൊടുക്കാം? ബോഡി നോർമൽ ആണെങ്കിൽ സ്കോർ കൊടുക്കാം. എന്ത് കൊടുക്കാം? ബോഡി ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ എന്ന് കൊടുക്കാം. ബോഡി ബ്ലൂ അല്ലെങ്കിൽ കൊടുക്കാം 0. ഇനി ബോഡി പിങ്കും അതിന്റെ എക്സ്ട്രീമിറ്റീസ് ബ്ലൂ എന്ന് വിളിക്കാം. ബോഡി പിങ്കും നോർമൽ ആണ്, പിങ്ക് ആണ്, പക്ഷെ എക്സ്ട്രീമിറ്റീസ് എന്തായിരിക്കും? ബ്ലൂ ആണെങ്കിൽ 1 കൊടുക്കാം. ബോഡി മുഴുവനായിട്ട് നോർമൽ ആണെന്ന് കൊടുക്കാം. സ്കോർ 2 കൊടുക്കാം. കിട്ടിയോ? 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 അപ്പിയൻസ് കിട്ടിയോ? അബ്ഗാ സ്കോറിന്റെ 5 ഫസ്റ്റ് അപ്പിയൻസ് കിട്ടിയോ? അബ്ഗാ സ്കോറിന്റെ ഫസ്റ്റ് 5 ഒന്നാമത്തെ ആളായ അപ്പിയറൻസ് അല്ലെങ്കിൽ സ്കിൻ കളർ കിട്ടിയോ? പറഞ്ഞേ, കിട്ടിയോ? കിട്ടിയോ? കിട്ടി. സെക്കൻഡ് ആരാ? ഇന്ന് എ കഴിഞ്ഞെടുത്താരാ? അബ്ഗാറിന്റെ APGAR കഴിഞ്ഞ അടുത്താരാ? എ കഴിഞ്ഞാരാ? എ കഴിഞ്ഞ അടുത്താരാ? അബ്ഗാറിന്റെ പേരിനകത്ത് എ കഴിഞ്ഞാൽ പി ആരാ? പൾസ്. പൾസ്, പൾസ് ആണോ? പൾസ്, പൾസ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് അല്ലേ? പൾസ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് അല്ലേ? പൾസ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ആണോ? 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 ആണല്ലേ? ആണോ? 0 പറയുന്നത് പൾസ് ആബ്സെന്റ് ആണെങ്കിൽ സ്കോർ എത്രയാണ്? ഒരു കുഞ്ഞിന്റെ പൾസ് ഒന്നുമില്ല, പൾസ് ആബ്സെന്റ് ആണെങ്കിൽ സ്കോർ എത്രയാ? 0 അല്ലേ? കുഞ്ഞിന് പൾസ് ആബ്സെന്റ് സ്കോർ എത്രയാ? ഈ രാത്രി ഈ നിമിഷം പറയാം, എന്റെ ക്ലാസ് എന്റെ നോട്ട് അതുപോലെ പഠിക്ക്, ചോദ്യം കിട്ടും. ഞാൻ ഉറപ്പ് പറയാണ്, എന്റെ ക്ലാസ് എൻ നോട്ട്. എടാ, ഇത് വേറെ സിനിമ ഉണ്ടല്ലോ, എന്റെ മുഖം എന്റെ സിനിമ. ഏതോ സിനിമ പറയാറുണ്ടല്ലോ, ഏതോ സിനിമ പറയാറുണ്ട്, എന്റെ മുഖം എന്റെ സിനിമ. ഏ സിനിമയുടെ ഏതോ സിനിമ പറയാറില്ലേ, എന്റെ മുഖം എന്റെ സിനിമ? ഏ സിനിമ? ഇത് ഉദയനാണ് താരമല്ലേ? ഉദയനാണ് താരമല്ലേ? അല്ലേ? ഉദയനാണ് താരം. സീരിയസ്, അത് പറയട്ടോ, അത് പറയും. എന്റെ ക്ലാസ് എന്നോട്ട്, എന്റെ ക്ലാസ് എന്റെ നോട്ട്, എന്റെ ക്ലാസ് എന്റെ നോട്ട്. ഞാൻ എപ്പോഴും ഓരോ കാര്യം പറയുമ്പോഴും അതുപോലെ പഠിക്കുക. ചോദ്യം ഉറപ്പായിട്ടും കേട്ടോ.
ചോദ്യം ഉറപ്പായിട്ടും അങ്ങനെ പഠിപ്പിക്കുക. കാണുമല്ലോ, ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് പഠിക്കുന്ന ആളല്ലേ, അവിടെ നിന്ന് ഇവിടെ നിന്ന് പഠിപ്പിക്കുന്ന ആളല്ല. കൃത്യമായി ഒരു ഫ്ലോ ഉണ്ട്, പഠിക്കുക. ഇത് പൾസ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് 0 എന്തായിരിക്കും? സ്കോർ എത്രയാ? ആബ്സെന്റ് ആണ് 0 0 0 0 0 കൊടുക്കുക അല്ലേ. പൾസ് ആബ്സെന്റ് ആണ് സ്കോർ 0 കൊടുക്കാം. ഇത് ലെസ് ദാൻ 100 ആണെങ്കിലോ, ലെസ് ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിലോ 100 ബീറ്റ്സ് പെർ മിനിറ്റ് താഴെ കൊടുക്കാം, സ്കോർ 1 കൊടുക്കാം അല്ലേ. ലെസ് ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ് സ്കോർ 1 കൊടുക്കാം. ഈ ഹാർട്ട് റേറ്റ് കൂടുതലാണ്, ഒരു 100 ബീറ്റ്സ് പെർ മിനിറ്റ് ഒക്കെ കൂടുതൽ വിളിക്കാം, 100 ബീറ്റ് ഒക്കെ കൂടുതൽ വിളിക്കാം, സ്കോർ 2 അല്ലേ. 100-നേക്കാൾ കൂടുതൽ സ്കോർ 2 അല്ലേ. സോ ആബ്സെന്റ് ആണ് എത്രയാ? ആബ്സെന്റ് ആണെങ്കിൽ 0. ഇത് ലെസ് ദാൻ 100 എത്രയാ? ലെസ് ദാൻ 100 ആണെങ്കിൽ 1. ഇത് മോർ ദാൻ 100 ആണ് എത്രയാ? 2 2 2. സോ ഹാർട്ട് റേറ്റ് ക്ലിയർ ആയല്ലോ. ഹാർട്ട് റേറ്റ് ക്ലിയർ ആയി. അബ്ഗാറിനകത്ത് ഇത് എയുമായി പി ആയി. അതാരാ? എയുമായി പി ആയെങ്കിൽ തേടാ ഗ്രിമേസ് അല്ലെ, തേടാ ഗ്രിമേസ്. ഗ്രിമേസ് അല്ലെങ്കിൽ റിഫ്ലക്സ് ഇറിറ്റബിലിറ്റി. റിഫ്ലക്സ് ഇറിറ്റബിലിറ്റി എന്തത്? എന്തത്? ജി അബ്ഗാറിന്റെ ജി എന്താ? ഗ്രിമേസ് അല്ലെങ്കിൽ റിഫ്ലക്സ് ഇറിറ്റബിലിറ്റി എന്താ? ഇതായിരിക്കും ഇതായിരിക്കും നമ്മൾ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്ത്, നമ്മളിപ്പോ കുട്ടിയില്ലേ, നമ്മളിപ്പോ കുഞ്ഞിനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്താൽ എത്രത്തോളം റെസ്പോണ്ട് ചെയ്താണോ, നമ്മൾ ഇപ്പൊ കുഞ്ഞിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറിറ്റേറ്റ് ചെയ്താൽ എത്രത്തോളം റിഫ്ലക്സ് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്താണോ? ആണോ? നമ്മൾ കുഞ്ഞിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറിറ്റേറ്റ് ചെയ്ത് കഴിച്ചാൽ എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നതാണോ റിമേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ റിഫ്ലക്സ് പറയുന്നത്? ആണോ? ആണോ? ആലോചിക്കേ. ഓക്കെ, ജനിക്കുന്നു, ഒന്ന് ഒന്ന് നോക്കുന്നു, ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നു, ആ സമയത്ത് എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നതാണോ ഇത് ഗ്രിമേഴ്സ്? എത്രത്തോളം റെസ്പോണ്ട് ചെയ്താണ് ഗ്രിമേഴ്സ്? ആണല്ലേ. കുഞ്ഞ് നമ്മുടെ അടുത്ത് എത്രത്തോളം റെസ്പോണ്ട് ചെയ്യപ്പെടുമ്പോൾ എന്താ? ഗ്രിമേഴ്സ് അല്ലേ. കുഞ്ഞ് തിരിച്ച് എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഗ്രിമേഴ്സ് വിളിക്കാം. സ്കോർ 0 എന്തായിരിക്കും? ഗ്രിമേഴ്സ് 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു കുഞ്ഞ് ഗ്രിമേഴ്സ് 0, ഇത് ഗ്രിമേഴ്സ് അർത്ഥം എന്താ? എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്ന. ഗ്രിമേഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നു. ആദ്യം പറഞ്ഞ കാര്യം എന്താ? ഗ്രിമേഴ്സ്. നാം ചില സമയത്ത് എക്സാം നടത്തിരിക്കുമ്പോൾ ചില വാക്കിന്റെ അർത്ഥം മനസ്സിലാകുക ശരിയല്ലേ? അനുകൊണ്ടിരിക്കും. എക്സാം നടത്തിക്കുമ്പോൾ ചില ആൾക്കാർ ചില അർത്ഥം വാക്കിന്റെ അർത്ഥം അറിയാറുണ്ടോ? അനുകൊണ്ടോ? എക്സാം നടത്തിരിക്കുമ്പോൾ ചില വാക്കിന്റെ അർത്ഥം ഒരു വാക്കായിരിക്കും ഭാഷ ഉണ്ടോ? എക്സാം ഹാളിരിക്കുമ്പോൾ ഒരു വാക്കിന്റെ അർത്ഥം മനസ്സിലാകാതെ ഉത്തരം എഴുതാൻ പറ്റാനുണ്ടോ? ഉണ്ട്. അതുപോലെ വാക്കാണ് ഗ്രിമേഴ്സ്. ഗ്രിമേഴ്സ്. അയ്യോ, അറിയില്ല, അറിയില്ല. ശരിയല്ലേ. ഒന്ന് ഇറിറ്റേറ്റ് ചെയ്താൽ എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുക. നമ്മളൊന്ന് ചെറുതായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുക. അപ്പൊ 0 ഗ്രിമേഴ്സ് എത്രയായിരിക്കും? 0 എന്ന് പറയുമ്പോൾ ഗ്രിമേഴ്സ് എന്താ? 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്താൽ റെസ്പോണ്ട് ചെയ്യും. 0 സ്കോർ 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യും. സ്കോർ 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ കുഞ്ഞിനെ ഇറിറ്റേറ്റ് ചെയ്ത് റെസ്പോണ്ട് ഇല്ല. നോ റെസ്പോൺസ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ശേഷം റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ സ്കോർ എത്രയാ? ഒരു കുഞ്ഞ് ജനിക്കുന്നു, റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ സ്കോർ എത്രയാ? 0. കുഞ്ഞ് ജനിക്കുന്നു, റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ സ്കോർ എത്രയാ? 0 അല്ലേ. ശരിയല്ലേ. റെസ്പോൺസ് ഇല്ല, അനക്കമില്ല, ഒന്നുമില്ല, ഇത് 0 അല്ലേ. 0 അല്ലേ. റിഫ്ലക്സ് ഒന്നുമില്ല, ഒന്നുമില്ല, 0 അല്ലേ. അല്ലേടേ, അല്ലേടേ. ഇനി ഒരു മിനിമം റെസ്പോൺസ് എത്രയായിരിക്കും? ഒരു മിനിമം റെസ്പോൺസ് ഉണ്ടെങ്കിൽ എത്രയായിരിക്കും? സ്കോർ 1 കൊടുക്കും അല്ലേ. ഒരു മിനിമം റെസ്പോൺസ് ഉണ്ടെങ്കിൽ സ്കോർ 1 കൊടുക്കാം. ഈ മിനിമം എന്ന് പറയുമ്പോഴേ
നമ്മൾ സക്ഷൻ ചെയ്യാറില്ലേ? സക്ഷൻ ചെയ്യാറില്ലേ? ആ സമയത്ത് സക്ഷൻ ചെയ്യാറില്ലേ? സക്ഷൻ ചെയ്യാറില്ലേ? സക്ഷൻ ചെയ്യാറുണ്ടോ? സക്ഷൻ ചെയ്യാറുണ്ടോ? സക്ഷൻ ചെയ്യാറുണ്ടോ? ഉണ്ടോ? മിനിമം റെസ്പോൺസ് നമ്മൾ സക്ഷൻ ചെയ്യാറുള്ളൂ. സക്ഷൻ ചെയ്യാൻ നോക്കിയാറോ? ഉണ്ടല്ലോ. ആ സക്ഷൻ ചെയ്യുമ്പോഴേ ആ രണ്ട് കാലുകളും ഒന്ന് വലിച്ചു പിടിക്കാറുണ്ടായിരിക്കും കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങൾ എപ്പോഴും രണ്ട് കാലെപ്പോഴും വലിച്ചു പിടിക്കാറുണ്ടോ? ആ കാല് നീട്ടിക്കൊണ്ട് വലിച്ചു പിടിക്കാറുണ്ടോ? സക്ഷൻ ചെയ്യുന്ന സമയത്ത് കാല് രണ്ട് വലിച്ചു നീട്ടി പിടിക്കാറുണ്ടോ? വലിച്ച് നീട്ടി പിടിക്കാറുണ്ടോ? സ്കോറത്തിലായിരിക്കും. ഒന്നല്ലേ സക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു മിനിമം റെസ്പോണ്ട് ആയിട്ട് കാല് വലിച്ച് നീട്ടി പിടിക്കാറുണ്ടോ? അനുഭവം ഉണ്ടായിരിക്കും പലർക്കും. സ്കോർ ഒന്നല്ലേ സക്ഷൻ കൊടുക്കുന്ന സമയത്ത് കാല് വലിച്ചു നീട്ടി പിടിച്ച് സ്കോർ 1 കൊടുക്കാം. അവ 0 ആണ്. എന്താ 0 ആണെങ്കിൽ റെസ്പോണ്ട് ഒന്നുമില്ല അല്ലെ? 0 ആണെങ്കിൽ റെസ്പോണ്ട് ഒന്നുമില്ല. സ്കോർ 1 ആണെങ്കിൽ ഒരു മിനിമം റെസ്പോൺസ്. നമ്മൾ സക്ഷൻ കൊടുക്കുന്ന സമയത്ത് കാലുകൾ ഒന്ന് വലിച്ചു പിടിച്ച് എന്തായിരിക്കും? സ്കോർ 1 കൊടുത്തൂടെ? കിട്ടിയോ? 2 കൈ കിട്ടിയോ? റിവേഴ്സിനകത്ത് നിന്ന് കിട്ടിയോ? കിട്ടി. സ്കോർ 2 കൊടുക്കും. സ്കോർ 2 എപ്പോ കൊടുക്കും? സ്കോർ 2 എപ്പോ കൊടുക്കും? സ്കോർ 2 എപ്പോ കൊടുക്കുന്നത്? ആക്റ്റീവ് ആണെങ്കിലാണോ? കുഞ്ഞ് നല്ല ആക്റ്റീവാണ്, കരയുന്നു, കഫ് ചെയ്യുന്നു, സ്നീച്ച് ചെയ്യുന്നു. കുഞ്ഞ് നല്ല ആക്റ്റീവാണ്. ആക്റ്റീവ് ആയിരിക്കുമ്പോഴും നല്ല ഗുഡ് റെസ്പോൺസ് ആയിരിക്കുമ്പോഴും കരയുമ്പോഴും കഫ് ചെയ്യുമ്പോഴും സ്നീസ് ചെയ്യുമ്പോഴും എത്ര സ്കോർ കൊടുക്കാം? ഇത് കുഞ്ഞ് ആക്റ്റീവാണ്, നല്ല റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, കരയുന്നുണ്ട്, കഫ് ചെയ്യുന്നുണ്ട്, സ്നീസ് ചെയ്യുന്നുണ്ട്. കൊടുക്കാം. സ്കോർ 2 കൊടുത്തൂടെ? സ്കോർ 2 കൊടുത്തൂടെ? കൊടുക്കാം. സോ ഫസ്റ്റ് ചോദ്യം, ഗ്രിമീസിനകത്ത് റെസ്പോണ്ട് ഇല്ലെങ്കിൽ എത്ര കൊടുക്കാം മാർക്ക്? ഗ്രിമീസിനകത്ത് റെസ്പോണ്ട് ഇല്ലെങ്കിൽ എത്ര കൊടുക്കാം? 0. ഈ മിനിമം റെസ്പോണ്ട് ആണെങ്കിൽ സക്ഷൻ കൊടുക്കുമ്പോൾ മാത്രം റെസ്പോണ്ട് 1 കൊടുക്കാം. നല്ല ആക്റ്റീവ് ആണെങ്കിലോ എന്താ ക്രൈയും കഫിങ്ങും സ്നീസിങ്ങും എല്ലാം കൊടുക്കാം. 2 കൊടുക്കാം. കിട്ടിയല്ലോ. പഠിച്ചു. അബ്ഗാറിനകത്ത് പഠിച്ചോ. എയും ജിയും പഠിച്ചോ. എയും ജിയും പഠിച്ചോ. ഞാൻ നോട്ട് തരും. ഒരു നോട്ട് എന്ന് അയച്ചാൽ ആർക്കയക്കണം? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രം മതിയോ? എല്ലാവരും വേണം? ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണോ? അതോ ക്ലാസ് അറ്റൻഡ് ചെയ്ത മെസ്സേജ് മാത്രം മതിയോ? അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രം അയച്ചാൽ മതിയോ? എല്ലാവരും വേണം? എനിക്ക് തോന്നുന്നു ചില സമയത്ത് ഒന്നറിയാം. ചില സമയത്തില്ലേ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യാത്തവർക്ക് എന്തിനു കൊടുക്കല്ലേ? എന്റെ മനസ്സിലിപ്പോ എന്നറിയുമോ, റെഗുലർ ആയിട്ട് ക്ലാസ് പഠിക്കാത്തവർക്ക് ഞാൻ എന്തിനു കൊടുക്കണം? ചില സമയത്തില്ലേ റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് കൊടുക്കണോ വേണ്ടയോ തോന്നാറുണ്ട്. വേണോ? വേണോ? സോ എന്തൊക്കെ ഇത് എ ബി ജി ആയോ? അപ്പിയറൻസ് എ ബി ജി അവിടെ ABG എന്താ? അപ്പിയറൻസ് എന്താണ്? എന്താ പറയാ? അപ്പിയറൻസ് പൾസ് ആൻഡ് റിമീസ് ആയോ? അടുത്താരാ? നെക്സ്റ്റ് ആരാ? ഫോർത്ത് വൺ ആക്ടിവിറ്റി ഉണ്ടോ? ആക്ടിവിറ്റി ഉണ്ട്. ആക്ടിവിറ്റി ഉണ്ട്. ആക്ടിവിറ്റി ഉണ്ടോ? അടുത്താരാ? ആക്ടിവിറ്റി എ ഉണ്ടോ? ആക്ടിവിറ്റി എന്തായിരിക്കും? ആക്ടിവിറ്റി എന്ന് പറഞ്ഞ നോക്കും മസിൽ ടോൺ ആണോ? ആക്ടിവിറ്റി എന്ന് പറഞ്ഞ നോക്കുന്നത് എന്താ? മസിൽ ടോൺ ആണോ? ആക്ടിവിറ്റി എന്ന് പറഞ്ഞ നോക്കുന്നത് എന്താ? മസിൽ ടോൺ ആണോ? ഒരു കാര്യം പറയാൻ വിട്ടോടി. അടുത്ത 2-3 മാസം അല്ലേ? അത് 2 മാസം എന്ത് ചെയ്യുന്നു? അനാവശ്യമായിട്ട് വരുന്ന യൂട്യൂബിൽ വരുന്ന ഒരു വീഡിയോ കാണാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനോ ഒന്നും കാണരുത്. ആദ്യം തിയറി പഠിക്കട്ടോ. ആദ്യം കംപ്ലീറ്റ് തിയറി പഠിക്കുക.
ശേഷം എന്തും കണ്ടു, ശേഷം എന്തും കാണുക. ആദ്യം തിയറി പഠിച്ച ശേഷം എന്തും കാണുക. ഏത് വഴി കാണാം, കുഴപ്പമില്ല. ആദ്യം തിയറി, സ്ട്രിക്റ്റ് ഓൺ തിയറി ക്ലാസ് പഠിച്ച ശേഷം ഏത് വീഡിയോ, എന്ത് വീഡിയോ, ആരുടെ വീഡിയോ കാണുക കേട്ടോ. ഉണ്ടോ? ആദ്യം തിയറി മസ്റ്റ് പഠിച്ച ശേഷം എന്തും കണ്ടു പഠിക്കുക. ഓക്കെ, എന്തും കണ്ടു പഠിക്കുക. ഞാൻ പറയുകയാണ്, തിയറി പഠിച്ച ശേഷം എന്ത് വേണമെങ്കിലും കണ്ടു പഠിക്കുക. ഓക്കെ, അല്ലാതെ തിയറി പഠിക്കാതെ ഒന്നും കാണരുത്. ഇതുണ്ടോ? അല്ലാതെ തിയറി പഠിക്കാതെ ഒന്നും വെറുതെ കണ്ടു പോകരുത്. സമയം വേസ്റ്റ് ചെയ്യോ, സമയം കളയരുത്. തിയറി ഫസ്റ്റ്, തിയറിക്ക് ശേഷം വേറെ എന്ത് വീഡിയോ, ആരുടെ വീഡിയോ, എവിടത്തെ വീഡിയോ കണ്ട് പഠിക്കും, കുഴപ്പമില്ല. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ആദ്യം തിയറി ഫസ്റ്റ്, എന്താ തിയറി പഠിക്കുക, ശേഷം എന്ത് വേണേ പഠിച്ചോ, കുഴപ്പമില്ല. പക്ഷെ അത് പഠിക്കാതെ സമയം കളയരുത്. നിങ്ങളുടെ വീഴ്ച പറയുന്നത്. സോ ആക്ടിവിറ്റി എന്ന് എന്താ? മസിലിന്റെ ആക്ടിവിറ്റി ഉദ്ദേശിക്കുന്നത്. ആക്ടിവിറ്റി എന്ന് പറയുന്നത് മസിലിന്റെ ആക്ടിവിറ്റി ആണോ? ആണല്ലേ. ആക്ടിവിറ്റി എന്ന് പറയുന്നത് മസിൽ ആക്ടിവിറ്റി ഉദ്ദേശിക്കുന്നത്. ആക്ടിവിറ്റി എന്ന് പറയും മസിലിന്റെ ആക്ടിവിറ്റി അല്ലേ ഉദ്ദേശിക്കുന്നത്. ആക്ടിവിറ്റി എന്ന് പറയും ഇവിടെ ആക്ടിവിറ്റി പറഞ്ഞാൽ മസിലിന്റെ ആക്ടിവിറ്റിയെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. സീറോ എന്ന് പറയുന്നത് എന്താ? ആക്ടിവിറ്റി സീറോ എന്ന് പറയുന്നത് മസിൽ എന്തായിരിക്കും? മസിൽ ടോൺ എങ്ങനെയാ? ഫ്ലാസ് അല്ലെങ്കിൽ ആണോ? എന്റെ ഫ്ലാസ് എന്താ? അവിടെ ചോദ്യം അറിയില്ല സാർ, അർത്ഥം അറിയില്ല. ആക്ടിവിറ്റി സീറോ എന്ന് പറഞ്ഞാൽ വെള്ളം ഇക്ക് വരുന്നുണ്ടേ. വെള്ളം ഉണ്ടോ? ശബ്ദം പോയി. വെള്ളമൊക്കെ ഉണ്ടോ? വെള്ളം കുടിച്ചിട്ട് വരണോ? പഠിപ്പിക്കണം. ശബ്ദം പോയി. ആക്ടിവിറ്റി സീറോ എന്ന് പറയുന്നത് എന്താ? ഫ്ലാസ്. എന്താ ഫ്ലാസിന്റെ അർത്ഥം എന്താ? ലിംബ് അനക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? ലിംസ് അനക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? ഫ്ലാസ് എന്ന് പറഞ്ഞാൽ അനക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? അനക്കാൻ പറ്റാത്ത അവസ്ഥ. ഫ്ലാസിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അനക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ. സ്കോർ സീറോ. ആക്ടിവിറ്റി വെള്ളം, കുഴപ്പമില്ല. വെള്ളം തരൂ. ഞാൻ പോയി ഇല്ല. വെള്ളം അവിടെ, ശരിയല്ലേ? ഞാനില്ല, പോയി. കൈയും കാലും അനക്കാൻ പറ്റാത്ത അവസ്ഥയെ പറഞ്ഞില്ലേ ഫ്ലാസ്. മലയാളത്തിൽ കൈയും കാലും അനക്കാൻ പറ്റാത്ത അവസ്ഥയെ പറഞ്ഞില്ലേ ഫ്ലാസ്. അനങ്ങുന്നില്ല, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ആണോ? എങ്കിൽ സ്കോർ എത്രയാ? ആക്ടിവിറ്റിയിൽ കൈയും കാലും അനക്കാൻ പറ്റുന്നില്ല, സ്കോർ സീറോ കൊടുത്തൂടെ? ആക്ടിവിറ്റി നോക്കുന്ന സമയത്ത് കുഞ്ഞിന് കൈയും കാലും അനക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്കോർ സീറോ കൊടുത്തൂടെ? ആക്ടിവിറ്റി നമ്മൾ നോക്കിയപ്പോ, സ്റ്റാഫ് നേഴ്സ് നോക്കിയപ്പോ കൈയും കാലും അനങ്ങുന്നില്ല, ഒരനക്കമില്ല, സ്കോർ സീറോ കൊടുക്കാം. ഇനി ചെറിയ ഫ്ലക്ഷൻ ഉണ്ട്, കുറച്ച് ഫ്ലക്ഷൻ ഉണ്ട്. സൗണ്ട് ഉണ്ടോ? ആക്ടിവിറ്റി പറഞ്ഞപ്പോൾ കൈയും കാലും എല്ലാം മോചി സൗണ്ട് പോയി. യെസ്. ഇനി ചെറിയ ഫ്ലക്ഷൻ ഉണ്ടെങ്കിലേ, ചെറിയൊരു അനക്കമുണ്ട്, ചെറിയ മൂവ്മെന്റ് ഉണ്ട്. ചെറിയ ഫ്ലക്ഷൻ ഉണ്ട്, ചെറിയ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ സ്കോർ ഒന്ന് കൊടുത്തൂടെ? ചെറിയ അനക്കം, ചെറിയ മൂവ്മെന്റ് ഒന്ന് കൊടുത്തൂടെ? ചെറിയ കാലുകൾ, ചെറിയ അനക്കം, ചെറിയൊരു മൂവ്മെന്റ് മാത്രം കൊടുക്കും, ഒന്ന് കൊടുത്തൂടെ? ചെറിയ മൂവ്മെന്റ് എത്ര? എക്സാമ്പിൾ ചോദിക്കും. കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. റെഡ്യൂസ്ഡ് മൂവ്മെന്റ് എന്നും ചോദിച്ച സ്കോർ എത്രയാ? കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം അബ്ഗാം സ്കോറിൽ റെഡ്യൂസ്ഡ് മൂവ്മെന്റ് ചോദിച്ചാൽ എത്ര സ്കോർ എത്ര? കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം ഇതായിരുന്നു. അബ്ഗാം സ്കോർ നോക്കിയപ്പോൾ റെഡ്യൂസ്ഡ്, ആ വാക്കാണ്. അബ്ഗാം സ്കോർ നോക്കിയപ്പോൾ റെഡ്യൂസ്ഡ്
മൂവ്മെന്റ് എന്ന് ചോദിച്ചാൽ എത്ര സ്കോറാ? നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും മൂവ്മെന്റ് കുറവാണെങ്കിൽ സ്കോർ എത്രയാ? നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും മൂവ്മെന്റ് കുറവാണെങ്കിൽ സ്കോർ എത്രയാ? നമ്മൾ നോർമൽ എക്സ്പെക്ട് ചെയ്യും, പക്ഷെ അവരൊന്നും കിട്ടുന്നില്ല, കുറവായിട്ട് കൊടുക്കും. സ്കോർ 1 കൊടുക്കും. കേരള PSC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. അന്ന് എല്ലാം പഠിച്ചു, പക്ഷെ ആ ഒരു റെഡ്യൂസ് വാക്കില്ലേ, റെഡ്യൂസ്ഡ് വാക്ക് ഓർമ്മിച്ചില്ല. എക്സാം ചോദിക്കും റെഡ്യൂസ്ഡ് മൂവ്മെന്റ് എന്ന് വന്നാൽ സ്കോർ എത്രയാ? മൂവ്മെന്റ് ഉണ്ട് പക്ഷെ കുറവല്ലേ? മൂവ്മെന്റ് ഉണ്ട് പക്ഷെ കുറവല്ലേ? മൂവ്മെന്റ് ഉണ്ട് പക്ഷെ കുറവല്ലേ? മൂവ്മെന്റ് ഉണ്ട് പക്ഷെ കുറവാണ്. സ്കോർ എത്രയാ? 1 ആണോ 2 ആണോ? മൂവ്മെന്റ് ഉണ്ട് പക്ഷെ കുറവ്, സ്കോർ 1 കൊടുക്കാം, അല്ലെ 1 കൊടുക്കാം. 1 സ്കോർ ആൻഡ് 2 എപ്പോഴാ? സ്കോർ ആൻഡ് 2 എപ്പോ കൊടുക്കും? കൈയും കാലും ഫ്ലക്ഷൻ ചെയ്യാൻ കൊടുക്കാം. കൈയും കാലും നന്നായിട്ട് ഫ്ലക്ഷൻ ഉണ്ട്, കൈയും കാലും ആക്റ്റീവ് അല്ലേ? കൈയും കാലും ആക്റ്റീവ് ആണ്, നല്ല ഫ്ലക്ഷൻ ഉണ്ട്, രണ്ടു കൊടുത്തൂടെ? കാലും കൈയും നല്ല ആക്റ്റീവായിട്ട് മൂവ് ചെയ്ത് കൊടുക്കാം. കാലും കൈയെല്ലാം നല്ല ആക്റ്റീവായിട്ട് മൂവ് ചെയ്ത് 2 കൊടുത്തൂടെ? സോ കൊടുക്കാം. കിട്ടി. അഞ്ചാമത്തെ വളരെ റെസ്പിറേറ്ററി അല്ലേ? റെസ്പിറേറ്ററി എഫോർട്ട് അല്ലേ? അഞ്ചാമത്തെ റെസ്പിറേറ്ററി അല്ലേ? റെസ്പിറേറ്ററി എഫോർട്ട് അല്ലെങ്കിൽ റേറ്റ് കേട്ടോ. റെസ്പിറേറ്ററി എഫോർട്ട് അല്ലെങ്കിൽ റേറ്റ്. റെസ്പിറേറ്ററി എഫോർട്ട് അല്ലെങ്കിൽ റേറ്റ് 0 എന്തായിരിക്കും? 0 ആണെങ്കിൽ റെസ്പിറേഷൻ കാണാൻ പറ്റും. 0 ആണെങ്കിൽ റെസ്പിറേഷൻ എടുക്കുന്നത് കാണാൻ പറ്റും? ഇല്ല. 0 ആണെങ്കിൽ റെസ്പിറേഷൻ കാണാൻ പറ്റില്ല, അല്ലെ കുഞ്ഞ്? റെസ്പിറേഷൻ എടുക്കുന്നത് 0 ആണെങ്കിൽ കാണാൻ പറ്റില്ല. ഇനി ഒരു സ്ലോ ആയിട്ട് ഇറഗുലർ ആയിട്ട് ബ്രീത്തിങ് ആണെന്ന് വിളിക്കാം. സ്ലോ ആയിട്ട് ഇറഗുലർ ആണ് ബ്രീത്തിങ്. ചെറിയൊരു കരയുന്നുണ്ട്, വളരെ വീക്കാണ്, കുഞ്ഞ് കരയുന്നുണ്ട്, സ്ലോ ആണ്. 1 കൊടുത്തൂടെ? ആബ്സെന്റ് ആണെങ്കിൽ 0. വളരെ സ്ലോ ആണ്, ഇറഗുലർ ബ്രീത്തിങ് ആണെങ്കിൽ 1 കൊടുക്കാം. ശരിയല്ലേ? വളരെ സ്ലോ ആയിട്ടും ഇറഗുലർ ആണ് ബ്രീത്തിങ് കൊടുക്കാം, 1 കൊടുക്കാം. കുഞ്ഞ് കരയുന്നുണ്ടോ? കരയുന്നുണ്ട്. അത് കൊടുക്കാം, 1 കൊടുക്കാം. ഇനി റെഗുലർ ബ്രീത്തിങ് ആണ് കൊടുക്കാം. നല്ല ഗുഡ് ക്രൈ ഉണ്ട്, റെഗുലർ ആണ്, റെഗുലർ ബ്രീത്തിങ് വന്ന് കൊടുക്കാം. സ്കോർ 2 കൊടുക്കാം. ഇത്രയും അല്ലേ 5 ഇൻഡിക്കേറ്റേഴ്സ്. അബ്ഗാസ് സ്കോറിനകത്ത് വരുന്ന 5 ഇൻഡിക്കേറ്റർ അല്ലേ? അബ്ഗാസ് സ്കോറിനകത്ത് വരുന്ന 5 കാര്യമല്ലേ? 5 പാരാമീറ്റേഴ്സ് വന്നോ? 5 ഇൻഡിക്കേറ്റർ അല്ലേ? ആണ്. പക്ഷെ ഇനിയും ചോദ്യം വരുന്നത് അബ്ഗാസ് സ്കോറിന്റെ ദ ടോട്ടൽ സ്കോർ എത്രയാണ്? അബ്ഗാസ് സ്കോറിന്റെ ദ ടോട്ടൽ സ്കോർ എത്രയാണ്? ടോട്ടൽ 10. സ്കോറിനകത്ത് ഈ പറഞ്ഞ സിംഗിൾ ഓരോ പാരാമീറ്റേഴ്സിന്റെയും സിംഗിൾ സ്കോർ എത്രയാണ്? സിംഗിൾ എത്രയായിരിക്കും? ഒരു ഇൻഡിവിജ്വൽ പാരാമീറ്റർ സ്കോർ എത്രയാണ്? ഇൻഡിവിജ്വൽ പാരാമീറ്റർ സ്കോർ 0 to 2 അല്ലേ? 0 to 2 അല്ലേ? ടോട്ടൽ 10 സിംഗിൾ ആണെങ്കിൽ 0 to 2 അല്ലേ? അത്ര കിട്ടിയ. ഇനി അബ്ഗാസ് സ്കോർ നോക്കുന്ന സമയത്ത് ഏറ്റവും സ്കോർ 8/10 ആയിരിക്കും. സ്കോർ 8/10 എന്ന് പറഞ്ഞാൽ അത് ഗുഡാണോ? സ്കോർ 8/10 ആയിരിക്കും. ഗുഡാണോ? അവിടെ വേറെ കയറേണ്ട ആവശ്യമുണ്ടോ? അവിടെ വേറെ സ്പെഷ്യലൈസ്ഡ് കയറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സ്കോർ നോക്കുന്ന സമയത്ത് 8/10 ആണെങ്കിൽ വേറെ സ്പെഷ്യൽ കെയർ ആവശ്യമില്ല. ആവശ്യമുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? കുഞ്ഞിനെ അമ്മയ്ക്ക് മാറാറില്ലേ? അമ്മയുടെ കൊടുക്കാറുണ്ടോ?
സ്കോർ നോക്കി, കുഴപ്പമൊന്നുമില്ല, നോർമൽ ആണെങ്കിൽ വേറെ കെയർ ഒന്നും വേണ്ട. അപ്പോൾ തന്നെ എന്താ പാല് കൊടുക്കാൻ വേണ്ടി അമ്മയെ കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. സ്കോർ നോക്കിയപ്പോൾ 7/10 ഒരു പ്രശ്നമൊന്നുമില്ല, ഗുഡ് സ്കോർ ആണ്, കെയറിന്റെ ആവശ്യമില്ല. അപ്പോൾ തന്നെ കുഞ്ഞിനെ അമ്മയ്ക്ക് മാറാറുണ്ട്, കൈമാറാറില്ലേ? മാറാറുണ്ട്. 4 മുതൽ 7 ആണെങ്കിലോ സ്കോർ നോക്കിയപ്പോൾ 4 മുതൽ 7 ആയിരിക്കും. ഒരു മൈൽഡ് ഡിപ്രഷൻ അല്ലേ? മൈൽഡ് ഡിപ്രഷൻ അല്ലേ? 4 മുതൽ 7 വരെ ആണെങ്കിൽ ഒരു മൈൽഡ് ഡിപ്രഷനിൽ ഉണ്ട്. ഒരു സ്റ്റിമുലേഷൻ ആവശ്യമുണ്ടോ? ഒരു സ്റ്റിമുലേഷൻ ആവശ്യമുണ്ടോ? ഉണ്ടോ? മൈൽഡ് ഡിപ്രഷൻ സ്റ്റിമുലേഷൻ ഉണ്ടോ? സ്റ്റിമുലേഷന് വേണ്ടി ചെയ്യാറുണ്ട്. സ്റ്റിമുലേഷന് വേണ്ടി ചെയ്യാറുണ്ട്. മൈൽഡ് ഡിപ്രഷൻ ആണെങ്കിൽ സ്റ്റിമുലേഷൻ ചെയ്യാറുണ്ട്. എന്തിനുണ്ട്? ഇമ്മീഡിയറ്റ് നാസോ ഫാരിങ്സും ഓറോ ഫാരിങ്സും സക്ഷൻ ചെയ്യാറുണ്ടോ? സ്റ്റിമുലേഷന് വേണ്ടി നാസോ ഫാരിങ്സും ഓറോ ഫാരിങ്സും സക്ഷൻ ചെയ്യാറുണ്ട്. ചോദ്യമാണ്, ചോദ്യമാണ്. മൈൽഡ് ഡിപ്രഷൻ 4 to 7 സ്കോർ ആണെങ്കിൽ, 4 മുതൽ 7 സ്കോർ ആണെങ്കിൽ മൈൽഡ് ഡിപ്രഷൻ ആണെങ്കിൽ സ്റ്റിമുലേഷൻ വേണം. പക്ഷെ ചോദ്യം അതല്ല, സക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. സക്ഷൻ കൊടുക്കാമെങ്കിൽ നമുക്ക് ചോദ്യം ഇതാണ്, സക്ഷന് പ്രഷർ എത്രയാണ്? എക്സാമിന് ചോദ്യം അതാണ്, സക്ഷൻ പ്രഷർ എത്രയാ? ഇമ്പോർട്ടന്റ്. ഒരു 80 മുതൽ 100 നിയോ നേറ്റൽ സക്ഷൻ പ്രഷർ എത്രയാ? നിയോ നേറ്റൽ സക്ഷൻ പ്രഷർ ചോദിക്കും. 80 മുതൽ 100 MMOH അല്ലേ? 80 മുതൽ 100 MMH അല്ലേ? ആർക്കും പാടില്ല. സോ ചോദ്യം വരും, അബ്ഗാ സ്കോർ കുറവാണ്, 4 to 7 ആണെങ്കിൽ, ഒരു മൈൽഡ് ഡിപ്രഷൻ ഉണ്ട്, ഒരു സ്റ്റിമുലേഷൻ ആവശ്യമുണ്ട്, എന്ത് ചെയ്യും? സക്ഷൻ കൊടുക്കാറുണ്ട്. സക്ഷൻ കൊടുക്കുമ്പോൾ ചോദ്യം ഇതാണ്, സക്ഷൻ പ്രഷർ എത്രയാ? 80 മുതൽ 100 MMOH അല്ലേ? മറക്കരുത്, കൊടുക്കാൻ പാടില്ല. സ്കോർ നോക്കിയ സമയത്ത് ലെസ് 3 എന്താ? സ്കോർ നോക്കുമ്പോൾ ലെസ് 3 എന്താ? സിവിയർ ഡിപ്രഷൻ അല്ലേ? സിവിയർ ഡിപ്രഷൻ അല്ലേ? സ്കോർ നോക്കുമ്പോൾ ലെസ് 3 ആണെങ്കിൽ സിവിയർ ഡിപ്രഷൻ അല്ലേ? സ്കോർ നോക്കുമ്പോൾ ലെസ് 3 ആണെങ്കിൽ സിവിയർ ഡിപ്രഷൻ ആണ്. അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഇൻക്യുബേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ തന്നെ ഇൻക്യുബേറ്റ് ചെയ്യണ്ടേ? സ്കോർ നോക്കുക സമയത്ത് ലെസ് 3 ആണെങ്കിൽ സിവിയർ ഡിപ്രഷൻ ആണ്. അപ്പോൾ തന്നെ ഇൻക്യുബേറ്റ് ചെയ്ത് വെന്റിലേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ തന്നെ ഇൻക്യുബേറ്റ് ചെയ്ത് വെന്റിലേറ്റ് ചെയ്യണ്ടേ? ചെയ്യണം. ക്ലിയർ? ഇത്രയും ക്ലിയർ? ഇതുവരെ പറഞ്ഞിട്ടില്ല. കിട്ടിയോ? ഇന്ന് പഠിപ്പിച്ച എല്ലാവരും കിട്ടി. സോ നെക്സ്റ്റ് ക്ലാസ് പറയട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ന്യൂ ബോൺ റിഫ്ലക്സ് ഇല്ലേ? ന്യൂ ബോൺ റിഫ്ലക്സ് ഇല്ലേ? അത് എന്റെ കയ്യില് എല്ലാം പഠിക്കുന്നു. ഞാൻ എഴുതി നോട്ട് പറയുന്നുണ്ട്, എഴുതിയ നോട്ട്സ് ഉണ്ട്. ആർക്കും പറയട്ടോ, എല്ലാം അയച്ചു കേട്ടോ. റിഫ്ലക്സ് ശരി, അബ്ഗാസ് ശരി, എല്ലാം അബ്ഗാസ് സ്കോർ റിഫ്ലക്സ് എല്ലാം എഴുതി കൊണ്ടിട്ടുണ്ട്. പഠിക്കട്ടോ എല്ലാവരും. അത് പഠിക്കട്ടോ. സോ ഇത്രയാണ് ചാപ്റ്റർ. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എന്ത് കാണാം? ഇന്ന് സൺഡേ അല്ലേ? ഇന്ന് നെക്സ്റ്റ് ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ കാണാം. ഒരു ദിവസം ബ്രേക്ക് എടുക്കാം. നമുക്ക് ട്യൂസ്ഡേ കാണാം. 8 മണി. ട്യൂസ്ഡേ 8 മണി കാണാം. എന്നാ ഓഫ് എടുക്കാം. ഓക്കെ, നന്നായി പഠിക്ക്. ഞാൻ ഇത്രയും ഇരിക്കുമ്പോ തന്നെ മനസ്സിലായില്ലേ? പഠിക്കണം. ഗ്രൂപ്പിനകത്തല്ലേ? സെപ്പറേറ്റ് ഗ്രൂപ്പിനകത്ത് റെക്കോർഡിംഗ് വരും കേട്ടോ. സെപ്പറേറ്റ് ഗ്രൂപ്പില്ലേ? അതിനകത്ത് ബാക്കിയുള്ള റെക്കോർഡിങ്സ് ഉണ്ട്. എത്ര കിട്ടി ഇതുവരെ? എത്ര കിട്ടി? 47 ക്വസ്റ്റ്യൻ കിട്ടിയോ? 47 ക്വസ്റ്റ്യൻ കിട്ടിയോ? 47 ക്വസ്റ്റ്യൻ കിട്ടി. ഫൗണ്ടേഷൻ റെക്കോർഡിംഗ് കിട്ടിയോ? അതിനകത്ത് വേറെ മെസ്സേജ് ഒന്നുമില്ലല്ലോ. വേറെ ആരുടെയും മെസ്സേജ് ഒന്നുമില്ല. കറക്റ്റോട് പഠിക്കട്ടോ. സോ സീ യു ഓൺ Wednesday. Thank you so much. Bye. Good night. രാവിലെയും ഉച്ചക്കേക്കായി പഠിക്കുക.